ജില്ലാ കമ്മിറ്റി രാജഗോപാലമാഷെക്കുറിച്ച് ഒരു പൂർണ്ണദിന പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. കാരണം മറ്റ് കായികകാരന്മാരെ പോലെ തൻ്റെ രൂപം മുന്നോട്ട് വരണം എന്ന് ഒരിക്കലും കരുതാതെ തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്ന ഒരു വാസ്തവത്തിൽ കുടുംബരാജ് സംഘം വളരെ അഭിമാനിക്കേണ്ട ഒരാളാണ് പി രാജഗോപാലൻ എന്ന് പറയാൻ. ഒരു ഹിപ്പോക്രസിയും കടമെടുക്കേണ്ടതില്ല, ഒരു പാഴൂർ പണിയും വരെ പോകേണ്ടതില്ല എന്നതാണ് സത്യം. അധ്യാപകൻ, നിരൂപകൻ, സംഘാടകൻ, പ്രഭാഷകൻ, നാടകത്തിൽ തുടങ്ങി പല തൂവലുകൾ അദ്ദേഹത്തിന് നമ്മളൊക്കെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിലൊക്കെ ഉപരിയായി പച്ചയായൊരു മനുഷ്യൻ എന്നുള്ളതാണ് അദ്ദേഹം അറിയിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്നാണ്, ഉചിതമായ കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നാഴികമണിയുടെ ഭീഷണിയിൽ നിന്നും അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും കലാസംഘങ്ങളിൽ നിന്നും ഒരു ദിവസം പൂർണ്ണമായി മോഷ്ടിച്ചെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് രാജഗോപാലനെ കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ മുഖാമുഖത്തിന് ഒരു 5 ഘട്ടങ്ങളായിട്ട് വേർതിരിക്കുകയാണ്. ആദ്യത്തെ ഘട്ടം അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ചെറിയ വാക്കുകൾ. രണ്ടാമത് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾ. 3 നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുമായിട്ടായിരിക്കും മുഖാമുഖം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ചോദ്യങ്ങൾ. 4 ഈ ചോദ്യങ്ങൾക്കൊക്കെ ശേഷം മാഷക്ക് നമ്മളോട് പറയാൻ ചില കാര്യങ്ങളുണ്ടാവും, ആ കാര്യങ്ങൾ. 5-മത്തേത് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് മോഡറേറ്റർ എന്നുള്ള നിലയിലുള്ള ഒരു സമാപനം. അതാണ് ഈ പരിപാടി അങ്ങനെ 5 ഘട്ടങ്ങളായി ചേർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം ജയചന്ദ്രൻ ആജ്ഞാപിച്ചിട്ടുള്ള സമയത്തിന് പരിമിതി കൂട്ടി നിന്നുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാനും ഞാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എത്രയാണ് സമയം എന്ന് ജയചന്ദ്രൻ ആജ്ഞാപിച്ചാൽ അതുപോലെ നമുക്ക് കാണാം. അപ്പോൾ അതിനനുസൃതമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും. ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രസംഗങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് ഇവിടെ പറഞ്ഞത് എന്നൊന്നും കേൾക്കാൻ ഉള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. എന്നാലും ഒരു ചെറിയ മുഖവുര എന്നുള്ള നിലയിൽ ഞാൻ മാഷയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയില്ല. ഒരുപാട് വർഷമായിട്ട് അടുത്തറിയാം. ഒരു ശില്പശാല നടക്കണം എന്ന് നമ്മൾ ആലോചിക്കുന്നു. ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അതിൻ്റെ ഡയറക്ടർ പി രാജഗോപാലൻ. പാലക്കാട് പുരോഗമനകലാശാല സംഘടന നടത്തിയ, ജില്ലാ പബ്ലിക് ലൈബ്രറി നടത്തിയ, തൊഴിൽ വിജയൻ സ്മാരകം നടത്തിയ നിരവധി ശില്പശാലകളിൽ അതിൻ്റെ മോഡറേറ്റർ മറ്റാരുമായിരുന്നില്ല. വലിയ വിജയം ലഭിച്ച അവർക്ക് എല്ലാം അതിൻ്റെ ചുമതല ഡയറക്ടറായിട്ട് അദ്ദേഹമായിരുന്നു വർക്ക് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനെ എവിടെയൊക്കെ രേഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആധുനികയുടെ കാലത്തിന് ശേഷം കടന്നു വന്ന ചരിത്രോന്മുഖമായ വിമർശന രീതിയുടെ ഊർജ്ജസ്വലനായ പ്രയോക്താവാണ് എൻ്റെ പ്രിയ സുഹൃത്ത് പി രാജഗോപാലൻ. നവമാർക്സിസ്റ്റ് യാന്ത്രികമല്ലാത്ത സ്വാധീനം സാമാന്യമായി പ്രകടമാക്കുന്ന നിരൂപണ പഠനങ്ങൾ ഇദ്ദേഹത്തെ ശ്രദ്ധേയമാക്കുന്നു. നിരൂപണത്തെ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ട് വ്യത്യസ്തവും സർഗാത്മകവുമാവുന്ന എഴുത്തുരീതിയാണ് രാജഗോപാലൻ തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത്. എഴുതുന്ന വ്യക്തിയെ കാര്യമായി കണക്കാക്കാതെ എഴുത്തിൽ വായിക്കാനാവുന്ന ചരിത്രത്തെയും ജീവിതത്തെയുമാണ് രാജഗോപാലൻ ശ്രദ്ധിക്കാറുള്ളത്. ഈ നിരൂപണത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മുടെ പല നിരൂപകന്മാരും പൊക്രോസ്റ്റസുകളെ പോലെയാണ്. അവര്
അവരുടെ ധാരണയിൽ ഒരു കട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എഴുത്തുകാരൻ ഈ കട്ടിലേക്കാൾ വലുതാണെങ്കിൽ അവന്റെ കൈകാലുകൾ മുറിച്ച് ഈ കട്ടിലിനോട് അടുപ്പിക്കുന്നതിനാണ് ആ നിരൂപകൻ ശ്രമിക്കുക. ആ എഴുത്തുകാരന്റെ ശരീരം ഈ കട്ടിലിനേക്കാൾ ചെറുതാണെങ്കിൽ അത് അടിച്ചു നീട്ടി എങ്ങനെ ഈ കട്ടിലിനോടൊപ്പം എത്തിക്കുക എന്നുള്ളതാണ് ഈ നിരൂപകന്മാരെല്ലാം നോക്കുന്നത്. പക്ഷേ രാജഗോപാലൻ ഒരിക്കലും അങ്ങനെ ചെയ്യാത്ത ഒരാളാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കൃത്യമായി ഒരു പുസ്തകം എങ്ങനെ അനുവാദങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ളിലുള്ളത്. പലപ്പോഴും ഒരു പുസ്തകം 100 പേര് വായിച്ചാൽ അത് 100 പുസ്തകമാകുന്നു എന്നുള്ളതാണ് പുതിയ മതം. ഞാനൊരു പുസ്തകം വായിക്കുന്നത് എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട്, ഞാൻ ഇതുവരെ വായിച്ച പുസ്തകങ്ങൾ വെച്ചുകൊണ്ട്, സമൂഹത്തിൽ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട്, സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളിലുള്ള എൻ്റെ പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാനൊരു പുസ്തകം വായിക്കുക. നിങ്ങൾ വായിക്കുക അത്തരത്തിൽ തന്നെയാണ്, പത്മനാഭൻ വായിക്കുകയും അത്തരത്തിലാണ്. അപ്പോൾ ഞാനും പത്മനാഭൻ ഒരേ പുസ്തകം വായിക്കുമ്പോൾ അത് 2 പുസ്തകമായി മാറുന്നു എന്നുള്ളതാണ്. 100 പേര് വായിക്കുമ്പോൾ 100 പുസ്തകമാകുന്നതാണ്. പക്ഷേ നമ്മളൊന്നും വായിച്ചാൽ കിട്ടാത്ത പല കാര്യങ്ങളും രാജഗോപാലന്റെ വായനയിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടാറുണ്ട്. അദ്ദേഹം അത് എഴുതി വയ്ക്കാറുണ്ട്, നമ്മൾ ബോധ്യപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുതിയ കഥകളുടെ നിലപാടുകൾ അന്വേഷിക്കുന്നതിൽ ഉത്സുകനായ രാജഗോപാലൻ അന്വേഷണത്തിൽ ലഭിക്കുന്ന ഉപലബ്ധികൾ തീവ്രമായ മാനസികാവസ്ഥയായി വായനക്കാരിലേക്ക് കൈമാറാൻ കഴിയുന്ന ഉൾക്കരുത്തുള്ള നിരൂപകനാണ്. കഥയുടെ ആന്തരിക ഭാഗ്യതലങ്ങളെ സമാശ്ലേഷിച്ചു നിൽക്കുന്ന ഭാവതീവ്രതയിൽ രാജഗോപാലൻ എപ്പോഴും തൻ്റെ ദൃഷ്ടി ഊന്നുന്നത് നമ്മൾ കാണും. സാഹിത്യകൃതികൾ, ഫോക്ലോർ, നാടകം, ചിത്രകല, ചലച്ചിത്രം, ഫോട്ടോഗ്രാഫി, വിദ്യാഭ്യാസ ചിന്ത, മറ്റു പുതിയ പൊതുജീവിത രംഗങ്ങൾ, ചെറിയ കാര്യങ്ങൾ, അനൗപചാരികമായ വസ്തുതകൾ, സ്ഥാപനവത്വമാവാത്ത അറിവുകൾ, പ്രാദേശികമായ ഇനങ്ങൾ എന്നിവയും രാജഗോപാലിനെ ആകർഷിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. സംസ്കാരം എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ മറുവാക്കാണെന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള മുന്നേറ്റമാണ് സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഒരു കാലത്ത് സജീവമാക്കിയതെങ്കിൽ ഇന്ന് അസ്വതന്ത്രതയുടെ ആഘോഷങ്ങളാണ് ചുറ്റുപാടുമുള്ളതെന്നും നിരന്തരം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. ഭാഷയിലൂടെയും ആഖ്യാനത്തിലൂടെയും ആവിഷ്കാരത്തിലൂടെയുമാണ് നാം നമ്മെയും ലോകത്തെയും മനസ്സിലാക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്ന എഴുത്തുകാരനാണ് അദ്ദേഹം. ജീവിതത്തെ തിരുത്താൻ വേണ്ടി എഴുതുന്നതാണ് കഥയെന്നും അത് വെറും വിവരണമല്ല വെളിപാടാണെന്നും E.P. രാജഗോപാലൻ എപ്പോഴും നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മിണ്ടരുത് എന്ന് പറയുന്ന രാഷ്ട്രീയ ക്രമം രാജ്യത്ത് മൂർത്തമായ സാഹചര്യത്തിൽ ഞങ്ങൾ മിണ്ടും എന്ന് വിളിച്ചു പറയലാണ് കഥകൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകരായ നമ്മൾ അഭിമാനത്തോടുകൂടെ എവിടെയും ഏറ്റുപറയേണ്ട ഒരു കാര്യമാണ്. വായനക്കാർ ഉപഭോക്താക്കളല്ല, മറിച്ച് അർത്ഥങ്ങൾ നിർമ്മിക്കുന്നവരാണ് എന്ന് അദ്ദേഹം തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ രാജഗോപാലിനെയാണ് നമ്മൾ ഇപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള മുഖാമുഖത്തിലൂടെ നമ്മുടെ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം എന്താണ് മറുപടിയുള്ളത്, എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് വേണ്ടിയിരിക്കുന്നത്. ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കാം. 45 മിനിറ്റിൽ അവസാനിപ്പിക്കണം. അതുകൊണ്ട് സാഹിത്യ നിരൂപണമാണ് സ്വന്തം തട്ടകം എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ഇന്നത്തെ പോലെ ശാരീരികമായി നല്ല ആരോഗ്യമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഞാൻ. ടെലിവിഷനൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലമാണ്. അപ്പോൾ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വായിക്കുക എന്നതാണ്. വീട്ടിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പും മനോരമ ആഴ്ചപ്പതിപ്പും സ്വന്തമായി വരുത്തിയിരുന്നു.
മനോരമ പത്രം വരുത്തിയിരുന്നു. ഇലക്ഷൻ കാലത്ത് ദേശാഭിമാനി പത്രവും വരുത്തുമായിരുന്നു. ഇതൊക്കെയാണ് വായനയ്ക്ക് കിട്ടുന്ന വിഭവങ്ങൾ. പിന്നീട് മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാലയുണ്ട്. ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വായനശാലയാണ് 1927 സ്ഥാപിതമായ വിജ്ഞാനദായിനി വായനശാല. വിദ്വാൻ പി കെ നായരാണ് സ്ഥാപിച്ചത്. അതിനേക്കാളും സർഗാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു വായനശാല വീട്ടിൽ നിന്ന് കുറച്ച് പടിഞ്ഞാറോട് നടന്നാൽ ഒരു വയൽ കടന്നാൽ ഉണ്ട്, കിനാത്തിൽ സാംസ്കാരിക സമിതി വായനശാല. അപ്പൊ ഇത്രയും വായന വിഭവങ്ങൾ നമുക്ക് കയ്യെത്തും ദൂരത്തുണ്ട്. അത് വായിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, സൈക്കിളിന് അറിഞ്ഞൂടാ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ടടക്കാൻ തുടങ്ങിയാണ്. 20-21 വയസ്സിൽ കണ്ടത്. അതൊക്കെ കാരണം ഈ വായന മാത്രമായി പോയതാണ്. അന്ന് എഴുത്തുകാരനൊന്നും ചെയ്യാറില്ല, മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു മരം കയറാൻ അറിയില്ല. ഞാൻ എഴുതിയില്ല, ഒരു മരം കയറിയപ്പോൾ ഇറക്കാൻ അറിയില്ല. അപ്പോൾ അമ്മ വന്നു, ഞാൻ കരുന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ അയൽക്കാരനായ രാമേന്ദ്രേട്ടൻ ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ കൈ ഒരു ശിഖരം പോലെ കൈ അമർത്തി വെച്ച് അദ്ദേഹത്തിൻ്റെ കൈ ചവിട്ടിയാൽ ഞാൻ അറിഞ്ഞത്. അപ്പോൾ സാധാരണ നിലക്ക് ഒരു കുട്ടിക്കുണ്ടാകേണ്ട ഒരു ശാരീരിക ക്ഷമത എനിക്ക് ഉണ്ടായിരുന്നില്ല, പല കഴിവുകളും ഉണ്ടായിരുന്നില്ല, വായിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ അന്ന് താമസിച്ചത് ഏതാണ്ട് വലിപ്പമുള്ള അച്ഛൻ്റെ തറവാട്ട് വീട്ടിലായിരുന്നു. അതിൻ്റെ മുകൾ തട്ട് ആരും ഉപയോഗിക്കുമായിരുന്നില്ല. അത് ഏകാന്തതയുടെ ഒരു മണ്ഡപമായിരുന്നു. അവിടെ കയറുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോ കാണുന്ന വിചാരം ഞാൻ 20 വയസ്സ് വരെ ഉപയോഗിക്കുന്നില്ല. അത്രയും അക്കാലത്തായിരുന്നു. മുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ ആളുകൾ ഈ ന്യൂക്ലിയർ കുടുംബം വന്നതിന് ശേഷം മുകൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും അതിന് മുകളിൽ കാണും. ചിലപ്പോൾ കാണുകയും ചെയ്യും. ഒരു അണ്ണാക്കൊക്കെ അണ്ണാൻ അവിടെ ഉണ്ടാവും, പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ കാണാത്ത പക്ഷികൾ അത് അടർന്നു പോയ ജനലിലൂടെ ഉള്ളിൽ വരുന്നുണ്ടാവും. അത് ശരിക്കും കാണുന്നത്. എങ്കിലും ആരോ പഴയ കാരണവന്മാരോ ആരെങ്കിലും എപ്പോഴും ഉണ്ടാവുന്ന വിചാരം അതൊക്കെ ഉത്തരം പഴയ ഏകാന്തതയല്ലേ. പണ്ട് ഗ്രാമങ്ങളിലെ ഏകാന്തതയാണല്ലോ. ടെലിവിഷൻ വന്നതോടുകൂടിയല്ലേ മാറിയത്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തർമുഖനായി. അപ്പൊ അങ്ങനെയുള്ളവർക്കും പ്രസംഗത്തിലൊക്കെ വന്നത് എനിക്കെന്നെ അത്ഭുതം ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ എങ്ങനെയെങ്കിലും നമ്മളുടെ വ്യക്തിത്വം ഊന്നി ഉറപ്പിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? എല്ലാ മനുഷ്യരുടെയും, മനുഷ്യന്റെ മാത്രമല്ല, ഒരു പൂച്ചക്കുഞ്ഞിനോട് ആഗ്രഹമുണ്ടാവും. എന്റെ വ്യക്തിത്വം എങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ആവുന്ന കാര്യത്തിൽ എന്റെ വ്യക്തിത്വം ഊന്നി ഉറപ്പിക്കാൻ പറ്റുമെന്ന് ഒരു പൂച്ചക്കുഞ്ഞിനോട് ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആഗ്രഹത്തിന്റെ പടിപടിയായിട്ടുള്ള വികാസമെന്ന് വളർത്താമെന്നാണെങ്കിൽ എഴുത്തിനൊക്കെ പറയാം. ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ പ്രസംഗിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടൊന്നുമില്ല. 3ാം ക്ലാസ് പഠിക്കുമ്പോൾ അത് ഒരു ഓണാവട്ടത്തിന് ഞങ്ങളുടെ ചന്തയിലെ ഓണാവട്ടമില്ല, മാണിയാട്ടുണ്ട്. അപ്പോൾ ഞാൻ കളിക്കാൻ പറഞ്ഞൂടാ. ഒരു കളിയൊക്കെ ഫുട്ബോളോ ഒരു കളിയൊന്നുമില്ല. കാണാൻ ഇഷ്ടമാണ് ഞാൻ ഒരു കളി കണ്ടിട്ടില്ല. അപ്പോൾ അനൗൺസ്മെന്റ് കിട്ടും. ഓണാഘോഷത്തിന് പ്രസംഗത്തിലുണ്ട്. നേരെ റെയിൽ മുറിച്ച് കിടന്നിട്ട് അത് വലിയ വാസ്കോടാകെ ഒന്നുമല്ല. റെയിൽ മുറിച്ച് കിടന്ന് ഒറ്റ പോകുന്ന പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. ആടെ പോയി എന്നിട്ട് എന്തോ ഒരു വിഷയമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പ്രസംഗിച്ചു. അന്ന് ഓണത്തെക്കുറിച്ച് സ്ഥിരമായിട്ട് പറയാത്ത ചില കാര്യങ്ങൾ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് വായിച്ച പത്രത്തിൽ, അതായത് നമ്മുടെ ഈ മാവേലി സ്ഥിരം പറയുന്ന കാര്യം, അതല്ലാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് വായിച്ച ഓർമ്മയിൽ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രസംഗിച്ചത്. പ്രസംഗമായിരുന്നില്ല, ഒരു വിലാപമായിരുന്നു എന്ന് പറയാം. ഏതായാലും എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് അതിനേക്കാൾ എനിക്ക് ചെറിയ സമ്മാനം തന്നു. അത് നമ്മൾ മുട്ട വിളക്കെന്ന് പറയുന്ന ചിമ്മിണിക്കൂടായിരുന്നു, ചെറിയ വിളക്ക്. അപ്പോൾ ആ വിളക്കുമായിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ വലിയ ആളായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അത് ആദ്യമായി കിട്ടുന്ന സമ്മാനമാണ്, അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന സമ്മാനം. ആ നിമിഷം തന്നെ ഞാൻ പ്രസംഗക്കാരാണെന്ന് തീരുമാനിച്ചതാണ്. അപ്പൊ അങ്ങനെ തോന്നുന്നു. ഒരു സാധാരണ ഒരു കാട്ടുചെടി വളർന്ന പോലെ എന്ന് പറയാം. ഇതിനുവേണ്ടി വലിയ ഒരുക്കങ്ങളോ വലിയ പ്രചോദനങ്ങളോ ഉണ്ടായിട്ടില്ല. ഈ ഒരു കാര്യം എല്ലാ മനുഷ്യർക്കുള്ളവരുണ്ടായിട്ടില്ല. എന്റെ വ്യക്തിത്വം എങ്ങനെ സ്ഥാപിക്കണം, പല നിലക്കാണ് അവർ സ്ഥാപിക്കും. നാടകങ്ങൾ സ്ഥാപിക്കും, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സ്ഥാപിക്കും, മറ്റു കാര്യങ്ങൾ സ്ഥാപിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രമിച്ചു. അതിന് ഇങ്ങനെയുള്ള ചില ഫലങ്ങൾ ഉണ്ടായി. പിന്നെ കോളേജിൽ പഠിക്കാൻ ഇംഗ്ലീഷാണ് വിഷയം. അപ്പോൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി പറ്റി. ബാക്കിയത്തിൽ നമ്മളെ വല്ലാതെ നിർബന്ധിക്കുന്ന അധ്യാപകർ കോളേജ് ഉണ്ടായിരുന്നു, ഇടത്തരം അധ്യാപകർ. അല്ല, അവരുടെ വ്യക്തിത്വം നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള അധ്യാപകർ ഉണ്ടായിരുന്നില്ല. ഇപ്പം അഴീക്കോട് നാട്ടെ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചവർ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ചിലപ്പോൾ ഒരു ഭാരമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള സാധാരണക്കാരായ അധ്യാപകരാണ് എന്നെ കോളേജിൽ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഏറ്റവും വലിയ സംഗതി അതിനോട് നിർത്താം. ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കാര്യം. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ ഉണ്ടാവുന്നത്. അത് ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു പേക്കിനാവ് പോലെയാണ്. നാട്ടിൽ നാടകം കളിക്കാൻ പറ്റില്ല, അപ്പോൾ ജാഥ നടത്താൻ പറ്റില്ല, ചുമരെഴുത്ത് നടത്താൻ പറ്റില്ല. പൊന്നിയ രവീന്ദ്രൻ മുഴുവൻ വളർത്തിയതിന്റെ കഥ പറഞ്ഞു.
അദ്ദേഹം കുറച്ച് മുടി അങ്ങനത്തെ അന്ന് അദ്ദേഹം ചെറുപ്പക്കാരനല്ല. അപ്പോൾ കുറച്ച് മുടി നീക്കിയതിന്റെ പേരിൽ കണ്ണൂരിൽ ടൗണിൽ നടക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്നിയായിട്ട് അടിച്ചു, അങ്ങനെ ചെയ്തു. അതിനോട് ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്ന രീതിയിൽ ഇപ്പോഴും മുടി നീട്ടി നടത്തുന്നത്. അപ്പൊ ആദ്യം അധികാരം എന്ന് പറയുന്നത് തൊടാവുന്ന ഒരു കാര്യമാണ്, ഒരു വാക്കല്ല. നമുക്ക് മുന്നിൽ തൊടാവുന്നവരാണ് സ്ഥാനായിട്ട് മാറിയാൽ കഴിയുന്ന അവസ്ഥക്കാരൻ. അങ്ങനോട് ചെറിയ കുട്ടികളാണ്. ഇപ്പൊ തൃക്കരിപ്പൂർ സ്ഥലത്ത് പ്രാധാന്യമുണ്ട്. അവിടെ ഈ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരാണ്, അവരുടെ കലാസമിതി KMK കലാസമിതി ഉണ്ട്. അവര് ഈ അവിടെ തൃശ്ശൂരിൽ എക്സ്പോസ് പത്രം അവിടെ മാത്രമേ കേട്ടു. ഇപ്പൊ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വരാൻ വേണ്ടി പോകുന്ന പത്രങ്ങൾ വരുന്നതിന് തന്നെ ഞങ്ങൾ അറിഞ്ഞു ഈ കോരമാഷം പോലുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരുടെ. അപ്പൊ അത് ഒരിക്കലും വിചാരിക്കുന്നില്ല കോൺഗ്രസിന്റെ അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ അല്ലാത്ത ഒരു ഇന്ത്യ ഉണ്ടാവുന്നതിന് വിചാരം നമുക്കില്ല. അപ്പൊ അത് ഞങ്ങൾ ആദ്യം അറിയും, അതെന്താണ് ഒരു ഉത്സാഹമുണ്ട്. അപ്പൊ ഇതൊക്കെ ചേർന്നൊരു വേറൊരു കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പൊ അങ്ങനെ ഈ വായനയുടെ കൂടെ ഈ പറഞ്ഞ ലോകാനുഭവങ്ങളും ഒക്കെ ചേർന്നിട്ടായിരുന്നു. ഞാൻ ഈ കഥയും കവിതയും എഴുതി തോറ്റിട്ട് ഒരുപാട് വന്നാളല്ല, ഞാനൊന്നും എഴുതിയില്ല. അങ്ങനെ കഥ എഴുതി തോറ്റു, നോവൽ എഴുതി തോറ്റു, നാടകം എഴുതി തോറ്റു. ഞാൻ പിന്നെ അങ്ങനെ എഴുതണമല്ലോ ഒരുപാട്, ഞാൻ എഴുതില്ല, ഒന്നും എഴുതില്ല. ലെനിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകം അതിങ്ങനെയാണ്: സിദ്ധാന്തത്തിന്റെ പിൻബലമില്ലാത്ത പ്രയോഗം അന്ധമാണ്, പ്രായോഗികമല്ലാത്ത സിദ്ധാന്തം വന്ധ്യവുമാണ് എന്നാണ്. നിരൂപണത്തിൽ ഇതെങ്ങനെയാണ് അതിന് പ്രവർത്തിക്കുന്നത്? എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു ടീം ഞാൻ വളർന്നു വരുന്ന 10-22 വയസ്സുകാലത്ത് മാർക്സും ഏംഗൽസും എഴുതിയ സാഹിത്യക്കുറിപ്പുകൾ വ്യാഖ്യാനമില്ലാതെ വായിക്കാൻ തുടങ്ങി. ഈ വ്യാഖ്യാനമില്ലാതെ ചില കുഴപ്പമുണ്ട്. മാർക്സും ഏംഗൽസും അവസാനം സിദ്ധാന്തം കൊടുക്കുന്നത് ഒരു സ്ഥലത്തും പറഞ്ഞില്ല. അവസാനം ചോദലേക്ക് കത്തിക്കുമ്പോൾ ഇത് വിപ്ലവ നാടകമാണെന്ന് അവർ പറഞ്ഞില്ല. മാർക്സും ഏംഗൽസും വ്യത്യസ്തമായി ഈ സാഹിത്യത്തെ കാണാൻ ശ്രമിച്ച ആൾക്കാരാണ്. അതിൽ തെളിയുന്ന ചരിത്രം ഒരു വാക്യം വേണം പറയാം: കോടതിയുടെ തന്ത കള്ളനാണ്. മാർക്സിന്റെ വാക്യം. ഈ കോടതിയുടെ പ്രസ്ഥാനം, പോലീസുകളുടെ പ്രസ്ഥാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കള്ളനുകളുണ്ട്. എന്തോ കള്ളനുണ്ടാവുന്നത് പണം ചില സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ ഉള്ളുണർത്തുന്ന ഗംഭീരമായിട്ടുള്ള പ്രസ്താവനകൾ അടങ്ങിയ ഒരു പുസ്തകമല്ല. അവര് സാഹിത്യത്തെ കുറിച്ച് പ്രത്യേക പുസ്തകം എഴുതിയില്ല. പല സന്ദർഭങ്ങളിലായി അവർ പറഞ്ഞ സാഹിത്യ സാംസ്കാരിക ചിന്തകൾ അവിടുന്ന് ചേർത്ത് വെച്ച് ഇറക്കിയ പുസ്തകമാണ് മാർക്സ് ആൻഡ് എംഗൽസ് ആഫ്റ്റർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന റഷ്യൻ പുസ്തകം. അത് പയ്യന്നൂരിലൊക്കെ പ്രഭാ പുസ്തകത്തിന്റെ ഈ പുസ്തകങ്ങൾ വലിയ ബസ്സുകൾ 2 ബസ് അത് ചെറിയ വിലക്ക് കിട്ടിയിട്ടുണ്ട്. ആ പുസ്തകം അല്ലാണ്ട് അന്ന് വായിക്കാൻ ഇംഗ്ലീഷ് വായിക്കാൻ പഠിച്ചതൊന്നുമില്ല, എങ്കിലും ബുദ്ധിമുട്ടി വായിച്ചു. മുഴുവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ അത് വലിയ പുസ്തകം. നമ്മൾ സാധാരണ ഇപ്പോൾ പറയുന്ന ഒരു ഇങ്ങനെ ആവേശം ഉണ്ടാക്കുന്ന അവസാനത്തെ രംഗത്തിൽ എല്ലാ പുസ്തകം പരിചയപ്പെട്ടുള്ള നാടകമൊന്നും അല്ല നല്ല നാടകം. ലോകത്തിൽ വലിയ നാടകമൊന്നും അങ്ങനെയല്ല. അവിടെ ദുരന്ത നാടകങ്ങളിൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് രാജാവ് നിലനിർത്തുന്നത്? അയാളുടെ കുഴപ്പമാണ്. അധികാരം അയാൾ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് അയാൾ നിലനിർത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള നിലക്കുള്ള വീക്ഷണങ്ങളൊക്കെ ഉള്ള പുസ്തകമല്ല, കുറിപ്പുകളുടെ സമാഹാരമാണ്. അതൊക്കെ വല്ലാതെ സ്വാധീനിക്കും. പിന്നെ ഈ ചെറുകാടനെ പോലെ തകഴിയെ പോലുള്ള ആളുകൾ അവരുടെ നാട്, നമ്മുടെ ചന്തേരെ പോലുള്ള നാടുകളെ കുറിച്ച് എഴുതിയ വ്യക്തികൾ. അപ്പോൾ ഇതൊക്കെ വായിച്ചാൽ ഇപ്പൊ തിരിഞ്ഞോക്കുമ്പോൾ ഇതിനൊക്കെ പറയാൻ പറ്റില്ല, അങ്ങനെ താരങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആണ്, അല്ലാതെ പ്രത്യേക ഇൻസ്പിറേഷൻ അങ്ങനെ പറയാനില്ല. ഒരു കാര്യം പറഞ്ഞത്, എന്നാ ഹൈസ്കൂളിൽ ബയോളജി ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകൻ ഇപ്പോഴും ജീവിക്കുന്നു. പ്രായമായി അദ്ദേഹം PTK പൊതുവാണ്. അദ്ദേഹം അതിസുന്ദരനാണ്. നന്നായിട്ട് ഞങ്ങളൊക്കെ അധികം പ്രായമൊന്നുമില്ല. ഞങ്ങൾ 15 വയസ്സാണ്, അദ്ദേഹം 22 വയസ്സ് 23 വയസ്സ്. അപ്പൊ നന്നായിട്ട് അദ്ദേഹം ബയോളജി ക്ലാസ്സിലൊക്കെ അങ്ങനെയാണ്. ആ ബയോളജി ക്ലാസ്സിലൊക്കെ അദ്ദേഹം ഒരു ദീർഘിയിലുണ്ട് ബയോളജി ക്ലാസ്സിൽ. ഇത് അദ്ദേഹം വായ കൊണ്ടിട്ട് ഈ കവിളിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം കോശങ്ങൾ ചരിഞ്ഞെടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ കാണിച്ചു. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കോവിഡിന്നല്ല പറയാം, കവിളിന്റെ ഉള്ളിലെ കോശങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ബയോളജി ജീവശാസ്ത്രമാണ് ശരിക്കും, അല്ലാണ്ട് വെറുതെ പരീക്ഷയ്ക്കുള്ളതാണ്. ശരിക്കും ജീവശാസ്ത്രമാണ് എന്ന് അറിഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടാണ്. അപ്പൊ അദ്ദേഹം ഒരു ഇൻസ്പയറിംഗ് ആയ ടീച്ചറാണ്. എന്നെ മറ്റ് പാഠാധ്യാപകരെക്കാൾ അദ്ദേഹം സ്വാധീനിച്ച അധ്യാപകൻ അദ്ദേഹമാണ്. അദ്ദേഹം ദേശാഭിമാനിലൊക്കെ ലേഖനങ്ങൾ ഹിന്ദി കഥകൾ ദേശാഭിമാനം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ ആക്ടിവിസ്റ്റാണ്. യുറീക്കയുടെ ആദ്യ ലക്കലൊക്കെ ഓർമ്മയാണ്. ശാസ്ത്ര കേരളത്തിൽ യുറീക്കയുടെ ആദ്യ ലക്കങ്ങളൊക്കെ
ഞങ്ങൾക്ക് തരും, അങ്ങനെയൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എഴുതാൻ പോകുന്നൊന്നുമില്ല, ഇത് വലിയ കാര്യമാണെന്ന് എങ്ങനെ ഏതോ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ എഴുത്തിലെ രാജാക്കന്മാർ നഗ്നരാണ് എന്ന് വിളിച്ചു പറയാൻ പല നിരൂപകന്മാരും മറ്റും ചില കാര്യങ്ങളിലെങ്കിലും രാജഗോപാലന് അതിന് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് അതിനുള്ള ആർജവം കിട്ടുക? ഇല്ല, കള്ളം പറഞ്ഞാൽ പെണ്ണിൽ മഷി വെച്ചിട്ടു അത്രയാണ്. നമ്മുടെ പെണ്ണ കള്ളച്ചക്ക് എഴുതിയാൽ പൈസ കിട്ടില്ല. ശരിയായി ഒപ്പിട്ട് ചെക്കുന്നതിന് ബാങ്കിൽ പൈസ ഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ കുറേ കള്ളങ്ങൾ എഴുതിയാൽ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പതാരി കള്ളം എഴുതി, അല്ലെങ്കിൽ പഠനത്തിൽ കള്ളം എഴുതി, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ പേന ഇതിൽ മഷി പറ്റും. അത്രേ ഉള്ളൂ. സത്യം എന്നുള്ള സംഗതിയുള്ളൂ. നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ, പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത്രേ ഉള്ളൂ. നിരവധി എനിക്ക് വലിയ ധൈര്യമൊന്നുമില്ല, പൊതുവെ അറിയാലോ, പല വലിയ ധൈര്യമൊന്നുമില്ല, എഴുതുന്ന കാര്യത്തിൽ ധൈര്യമില്ല. നിരവധി ശില്പശാലകളുടെ ഡയറക്ടറായിട്ട് ഈ അനുഭവങ്ങൾ അതിനെപ്പറ്റി ശരിക്ക് പറയണം. ശില്പശാലയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശില്പശാലയെക്കുറിച്ചുള്ള സങ്കല്പം ഇറ്റ് ഈസ് ആൻ എസ്സേ ഇൻ പ്രാക്ടീസ്. ഒരു കഥയെക്കുറിച്ച് നമ്മൾ ശില്പശാല നടത്തുമ്പോൾ അത് ഒരു പ്രബന്ധത്തിന്റെ പ്രായോഗിക രൂപമാണ്. നമ്മളൊരു കഥ ഉണ്ടാവുന്നത് എങ്ങനെ, കഥാകാരന്റെ കഥയെക്കുറിച്ച് എങ്ങനെ പറയുന്നു, വായനയാളുകൾ പറയാം, റീഡേഴ്സ് അവരെങ്ങനെ കഥയെക്കുറിച്ച് പറയുന്നു, കഥക്ക് പല പാഠങ്ങളുണ്ടാവും, അവർക്ക് കഥക്കാൻ പല അർത്ഥങ്ങളുണ്ടാവും. ഇതൊക്കെ സൈദ്ധാന്തികമായിട്ട് വിഷയങ്ങളാണ്. ആ സൈദ്ധാന്തിക വിഷയങ്ങളെ നമ്മൾ ഒരു പ്രാക്ടീസ്, നാടകം പ്രാക്ടീസാക്കി മാറ്റുക. അതാണ് നമ്മളെ ഉണ്ടാകുന്ന സിലബസും സാധാരണ സിലബസും വലിയ വ്യത്യാസമാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മളെ പങ്കെടുക്കാൻ പറ്റും. ഇപ്പോൾ സാഹിത്യ അക്കാദമി കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ആലക്കോട്, കണ്ണൂർ ജില്ലയിലെ ആലക്കോട് വെച്ച് ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ ഞങ്ങൾ ക്യാമ്പ് സെഷൻ പോലെ ചെയ്തൊരു കാര്യമാണ്. ഒരു കുട്ടിയോട് പെട്ടെന്ന് കുറെ ക്യാമ്പ് അങ്ങനെ അതോട് പറഞ്ഞു ഒരു വാക്യം പറയും, ഒരു കഥ സങ്കല്പിക്കും, ഒരു വാക്യം പറയും. അപ്പോൾ ആ കുട്ടി ഒരു വാക്യം പറയും. അപ്പോൾ അടുത്ത കുട്ടിയോട് പറഞ്ഞു നേരത്തെ മുന്നറിയിപ്പൊന്നുമില്ല, അത് പുറത്ത് പറയും. അപ്പോൾ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് പുറത്ത് പറയും. അങ്ങനെ ആ ക്യാമ്പിൽ 35 പേര് പറയുന്നത് ഏതാണ്ട് കഥയുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കണം പണ്ട് കഥകൾ ഉണ്ടായിട്ടുണ്ടാവും, പഴയ കാലത്ത് കഥകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ക്യാമ്പിന്റെ സാധാരണ ക്യാമ്പിന്റെ പണ്ഡിതരാണെന്നൊന്നും അറിയാതെ ഞങ്ങളൊരു അധ്യാപകർക്ക് ഉപയോഗിക്കുക കഥയുടെ അങ്ങനെയല്ലാതെ ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു സംഗതി. അപ്പോൾ ക്യാമ്പ് ഈസ് തിയറി ഇൻ പ്രാക്ടീസ്, അതാണ് അതിന്റെ വിഷയം. പ്രത്യക്ഷം എന്ന രീതിയിൽ ഫോട്ടോയും എഴുത്തുകാരനും എഴുത്തും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു അസാധാരണ പുസ്തകം എഴുതിയിട്ടുണ്ട്. ദൃശ്യതയിലെ അദൃശ്യതയും അദൃശ്യതയിലെ ദൃശ്യതയും പരസ്പരം സംവദിക്കുന്ന ദാർശനികമായ ഈ ഭാഷാ കേളിക്ക് എന്തുകൊണ്ടാണ് സുഹൃത്തില്ലാതെ? അത് വളരെ സങ്കടകരമായിട്ടുള്ള വിഷയമാണ്. ആ പ്രത്യക്ഷം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ എൻ്റെ കയ്യിലുള്ള ഒരു കോപ്പി അപ്പുറം വെച്ചിട്ടുണ്ട്. ആരും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. അത് എൻ്റെ അടുത്ത കോപ്പി നമ്മളൊരു വിഷയമാണ്. ഇതിനാണ് നാട്ടുകാരനെന്ന് പറഞ്ഞാൽ അദ്ദേഹം അഭിമുഖീകരിച്ച അത് സങ്കീർണമായ ജീവിതം, അദ്ദേഹം പുസ്തകം നല്ലതൊക്കെ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യങ്ങളാണ്, സംഗതി മുഴുവൻ ദൃശ്യങ്ങളാണ്. ഇപ്പൊ കളർ സിനിമയൊക്കെ വരുന്നതിന്റെ കാലം സിനിമയൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ കളർ സിനിമ കണ്ടിട്ടുണ്ട്. സിനിമാവിനെ കവിതകൾ വായിക്കുമ്പോൾ കളർ സിനിമ പോലെ ഉണ്ടാവും, അത്രയും നിറങ്ങൾ. ഇപ്പോ ഈ ചെടികളെ കുറിച്ചൊക്കെ കാര്യമായി ഗവേഷണം നടത്തുന്ന ഞാൻ ഇവിടെ ഒരു എനിക്ക് ശക്തി വേണ്ടി പറയുന്നത്, ഞാൻ ഇപ്പോൾ എഴുതാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന നമുക്ക് ഒറ്റ എഴുതുന്നതാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ട് 2ാം തീയതി നിരൂപണം എഴുതാൻ പറ്റുമോ? നാടകം സിനിമകൾ ഒന്നും ചെയ്തിരുന്നു. അത് ഡോക്ടർ യൂണികൃഷ്ണൻ ഉണ്ണിയുണ്ടോ അറിയില്ല. ഉണ്ണികൃഷ്ണൻ ഞാൻ കൂടി നടക്കുന്ന വിജയരാമനായരുടെ ചെടികളെ കുറിച്ചും പൂക്കളെ കുറിച്ചും തരങ്ങളെ കുറിച്ചും ഒക്കെ 2 തരത്തിലുള്ള സ്ഥാനങ്ങളുടെ ചേർച്ചയാണ്. അപ്പോൾ വിജയരാമനായരുടെ ഭയങ്കര ദൃശ്യഭംഗിയുള്ള കവിതകളാണ്. അപ്പോഴാണ് പിന്നെ ഈ കൃഷ്ണമാഷ്, അദ്ദേഹം തിരുവനന്തപുരം PRBയിൽ ഫോട്ടോഗ്രാഫറാണ്, നമ്മുടെ ആൾക്കാരാണ്, അദ്ദേഹം കാസർഗോഡ് ഡിഗ്രി. അദ്ദേഹം ധാരാളം തിരുവനന്തപുരം ഫോട്ടോ എടുത്തു. അങ്ങനെ മാതൃഭൂമിയിൽ തിരുവനന്തപുരം ആത്മാവ ഗവർണറായിട്ട് മാതൃഭൂമി പ്രതിനിധികൾ KP മോഹൻ അദ്ദേഹത്തിന്റെ ധാരാളം ഫോട്ടോ എടുത്തു. അത് പലപ്പോഴും കാണാം. കൃഷ്ണമാഷോട് നല്ല പരിചയമാണ്. ഞാൻ കൃഷ്ണമാഷ് ചോദിച്ചു, മറ്റേ എനിക്ക് ഇതിന്റെ കോപ്പി തരുന്നു, ഈ ഫോട്ടോകളുടെ കോപ്പി അത് ഞാൻ ഉപയോഗിക്കില്ല, അപ്പോൾ അവനോട് കാണാൻ വേണ്ടി തരും. ആ മാഷ് വളരെ താല്പര്യത്തിൽ ഈ അനുവാദത്തിന്റെ കാര്യം ഇഷ്ടംപോലെ ഉപയോഗിച്ചത് പറഞ്ഞിട്ട് ആ ഫോട്ടോ പ്രിന്റ് എടുത്ത് അയച്ചു തരും. അപ്പോഴാണ് അത് കുഞ്ഞരാമന്റെ ഫോട്ടോഗ്രാഫിനെ പറ്റി പുസ്തകം എഴുതാൻ തരുന്നത്.
ഫോട്ടോയെ കുറിച്ച് മാത്രം. ആ ഫോട്ടോയുടെ കണ്ടതിന് ഭംഗി അത് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കുഞ്ഞിരാമനായരുടെ മകൻ്റെ പ്രായമുള്ളതാണ്. മകൻ്റെ രവിയേട്ടനേക്കാളും പ്രായം കുറവാണ് എനിക്ക്. പക്ഷെ കുഞ്ഞിരാമനായരും എനിക്കും ഒന്നിച്ച് വീഡിയോ വയ്ക്കുന്ന രംഗം ഇവിടെ കാസർഗോഡ് സാഹിത്യത്തിലുണ്ട്. ആ ഫോട്ടോ ചേർത്ത് അപ്പോൾ ഇദ്ദേഹത്തിന് ഭിക്കാരിയുണ്ട്, MC ഭിക്കാരിയുണ്ട്. ആ ഭിക്കാരിയുടെ പ്രത്യക്ഷ രൂപമാണ് ഒരു ഗുരുസ്ഥാനീയനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ വീഡിയോ വയ്ക്കും. അയാളോ അയാൾ വീഡിയോ വയ്ക്കും. കുഞ്ഞിരാമനായരുടെ പ്രമുഖമുണ്ട്, MC ഭിക്കാരുണ്ട്. അത് വെച്ചിട്ട് പിന്നെ ഈ MC പള്ളിവാളം കാലത്തും സിനിമാനായ അതിലൊക്കെ ഭിക്കാറുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ആവുന്നതിന്റെ മുഖ്യം അതിൻ്റെ ഒരു നല്ല സ്വാധീനമുണ്ട്. അങ്ങനെയാണ് ആ പ്രത്യക്ഷങ്ങളിൽ പുസ്തകം. പക്ഷെ ആ പുസ്തകം ആര് സൃഷ്ടിക്കപ്പെടാതെ ഫോട്ടോഗ്രാഫുകളെ കുറിച്ച് മാത്രമായിട്ട് കേരളത്തിലെ ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ പുസ്തകം. പക്ഷെ അത് എന്തുകൊണ്ടോ കല നിർഭാഗ്യമുള്ളവർ ആ പുസ്തകം ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് പുതിയ പോലെ വിശമിച്ചാണ് ഇറക്കിയത്. എന്തുകൊണ്ടോ ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് എനിക്ക് അദ്ദേഹം അവതരികയെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം നിർബന്ധിച്ചില്ല. കഥയോട് മിണ്ടുക എന്നതാണ് താങ്കളുടെ എഴുത്തിലെ രീതി എന്ന് താങ്കൾ പറയുന്നത്. ഈ രീതിയിലേക്ക് എത്തിയതാണ്. കഥയോട് മിണ്ടുക എന്നതാണ് താങ്കളുടെ എഴുത്തിലെ രീതി എന്ന് താങ്കൾ പല സ്ഥലത്തും പറഞ്ഞു. മിണ്ടുക. അതെ, സാധാരണ നിരൂപകരെ കുറിച്ച് പറയാറുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കീറി കുറച്ച്. നമ്മൾ സാധാരണ ഈ കല്യാണം കഴിഞ്ഞ അതേ ആൾക്കാർ കാമുകിയോട് സംസാരിക്കുന്നത് അങ്ങനെ കഥയോട് സ്റ്റോറി കഥയോട് സംസാരിക്കും, സൗഹൃദത്തിലാവുകയാണ്. അല്ലാതെ ഇത് അധികാരിയായിട്ട് നിന്നെ ശരിപ്പെടുത്തി കളയുന്നില്ല മട്ടിൽ കുഞ്ഞനാഥാരന്റെ കവി നിരൂപണത്തിലെ കവിയുണ്ട്. അപ്പോൾ അതിന്റെ മുട്ടശ്ശേരി മറ്റു പരിഹരിച്ചുകൊണ്ട് കുഞ്ഞനാഥാരെ മുട്ടശ്ശേരി സംഭവം അവരല്ല പിന്നീട് കലാകാരൻ മാറുന്നത്. ഇതിനെ സംഹരിക്കുന്ന മുട്ടശ്ശേരിയാണ്. അപ്പൊ അതൊരു കവിയെ ഞാനിത് കവി നിരൂപകൻ തന്നെ അനുഭവിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്നതല്ല, ഞാൻ ഞാൻ ചോദിക്കണേ. പിന്നെ ഈ കഥ മാത്രം സാംസ്കാരിക രൂപമാണ്. ഒരാൾ എഴുതുന്നുണ്ടെങ്കിലും ആ കൃതിയിലെ അർത്ഥത്തിന്റെ പുസ്തകങ്ങളായിട്ട് എഴുതിയാക്കില്ല. ഏത് കഥാകൃത്തായാലും കഥാകാരിയായാലും എഴുതിയ കൃതിയുടെ സമ്പൂർണമായ അർത്ഥാവകാശം അയാൾക്കല്ല. അയാൾ സംസ്കാരത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഘടനയുണ്ടാക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആ കഥയോട് സംസാരിക്കുക. ആ കഥയിൽ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ എഴുതി കൊടുക്കുന്ന പുസ്തകം നോവലിലെ ആദ്യ വാക്യങ്ങളെക്കുറിച്ച്. നോവലിന് ആ 100 മലയാളത്തിലെ പ്രധാനപ്പെട്ട ആ 100 നോവലുകളുടെ ആദ്യത്തെ വാക്യങ്ങളെക്കുറിച്ച്. ഖസാക്കിലെ വാക്യത്തെക്കുറിച്ച് ഞാൻ മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. ഖസാക്കിലെ ആദ്യത്തെ ഒറ്റ വാക്യത്തെക്കുറിച്ച് ഒരു മുമ്പ്. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടീസ് കൊണ്ട് ആണ് അജയുടെ നേതൃത്വത്തിലുള്ള പിന്നെ ഒഴിയ സ്മാരകത്തിൽ ചെയ്ത പ്രശ്നം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ക്വാളിറ്റി നല്ലതായി. അപ്പൊ നമ്മൾ നന്നായിട്ട് ധ്യാനിച്ച് അങ്ങനെയൊക്കെ നടക്കുക. അല്ലാണ്ട് അവിടെ മോശമായിരിക്കും. അങ്ങനെ ധ്യാനിച്ചതിന്റെ ഭാഗമായിട്ടിരിക്കുകയാണ് ഖസാക്കി ഒന്നാമത്തെ വാക്യത്തെ കുറിച്ചുള്ള പാട്ട്. അപ്പോൾ അത് വെച്ച് ആ അനുഭവം വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ടോക്കിംഗ് സ്റ്റോറി കഥ നമ്മളിപ്പോൾ കുട്ടികളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒപ്പോട്ട് സംസാരിക്കുന്നത് ജിനേഷോടോ നാട്ടോട് സംസാരിക്കുന്നത് സംസാരിക്കും, കഥയോട് സംസാരിക്കും. കഥയെ അങ്ങനെയില്ല, ഡെമോക്രാറ്റിക്. ഖസാക്കിനെ കുറിച്ച് പറഞ്ഞു ചോദിക്കുകയാണ്. പാലക്കാട് ഖസാക്കിലെ OVS സ്മാരകത്തിൽ പലതവണ വന്ന് സംസാരിച്ചിട്ടുണ്ട്. സാഹിത്യകാരനുള്ള നിത്യസ്മാരകം എന്ന നിലയിൽ OV വിജയൻ സ്മാരകത്തിൽ എങ്ങനെ കാണാം? അത് മാതൃകാപരമായിട്ടുള്ള സ്ഥാപനമാണ്. OV വിജയനെ കുറിച്ചില്ല വിചാരിക്കാത്ത കാര്യങ്ങളുള്ളത്. OV വിജയൻ കാര്യമായിട്ട് കത്ത് എഴുതുന്നത് ആശാമെന്നാണ്. ആശാമെന്നത് കത്ത് സാധാരണ കത്തുകൾ കൊടുക്കില്ല. അത് ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ. OV വിജയന്റെ ലഭ്യമായിട്ടുള്ള എല്ലാ പടങ്ങളും മികച്ച ലൈബ്രറി. അതിനേക്കാളും പ്രധാനമാണ് ആ സ്ഥലത്തിലെ സ്പേസ്. ഇപ്പോൾ അറബിക്കുളം എന്ന് പറയുന്ന ഈ ഖസാക്കിലുള്ള കുളം ഏതാണ്ട് മോശമായിപ്പോയി. അതൊക്കെ വളരെ നന്നായിട്ട് പിന്നെ അത് ഇപ്പൊ ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നതായതുകൊണ്ട് എനിക്ക് അസുഖം വരുന്നതിനുള്ള പ്രധാനപ്പെട്ട താല്പര്യം ഈ ഷേക്സ്പിയറുടെ നാടായിട്ടുള്ള സ്റ്റാറ്റ്ഫോർഡ് ഏവണിൽ പോകണമെന്നാണ്. ഏവൺ നദിക്കരയിലെ സ്റ്റാറ്റ്ഫോർഡിലാണ്. സ്റ്റാറ്റ്ഫോർഡ് ഏവൺ എന്ന് പറഞ്ഞാൽ പോകണം. ഇപ്പൊ പിന്നെ ആ തണുപ്പ് പോകുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഞാൻ ആശം ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ OV വിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇപ്പോൾ കണ്ണസ് സ്മാരകം ആ സ്മാരകങ്ങളൊക്കെ ഏതാണ്ട് മുഴുവൻ ശക്തമായ സ്ഥലങ്ങളാണ്. അത് തൊഴിലുണ്ടോ OV വിജയന്റെ സ്മാരകം നല്ല വെളിച്ചുള്ള പുതിയ സൗകര്യങ്ങളുള്ള ഒരു ചർച്ചകൾക്കൊക്കെ ഇടം തരുന്ന ഒരു സ്ഥലമാണ്. ഞാൻ
വിജയോളജി എന്ന് പറയുന്നത് ഉണ്ടാക്കാം. ഓവി വിജയൻ വിജ്ഞാനി അതൊരു സ്കോപ്പുണ്ട്. ഓവിയാണ് ഒരു കലാകാരനാണ്, ആർട്ടിസ്റ്റാണ്, രാഷ്ട്രീയ ചിന്തകനാണ്, അസാധാരണമായിട്ട് ചിന്തിക്കുന്നതാണ്. ഈ അടിയന്തരാവസ്ഥ പ്രവർത്തിച്ച നോവൽ എഴുതിയ ആദ്യത്തെ ഇന്ത്യൻ എഴുത്തുകാരൻ ഓവി വിജയൻ. അപ്പോൾ ഓവി വിജയന്റെ വിജ്ഞാനിയും എന്ന അർത്ഥത്തിൽ ഓവി വിജയോളജി എന്നൊരു പ്രത്യേക വിഷയം എന്ന ആദ്യമാണെന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സാംസ്കാരിക അന്തരീക്ഷവും ദൃശ്യപരമായിട്ടുള്ള പൊലിമയും ശൈക്ഷണികമായിട്ടുള്ള ഒരു ഭംഗിയൊക്കെ സ്ഥലമാണ് ഓവിയൻ സ്മാരകം. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആർട്ടിസ്റ്റ് വില്ലേജ് എഴുത്തുകാർക്ക് താമസിച്ച് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുന്ന ഒരു സ്ഥലം പോലും അദ്ദേഹം സങ്കല്പിക്കുന്നുണ്ട്. അത് പണ്ടിലൊക്കെ ലഭ്യതക്കുറവായതുകൊണ്ട് അതിന്റെ പണി സർക്കാർ മുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും അത് ഉണ്ടാവുന്നതിന് പ്രതീക്ഷിക്കണം. അപ്പോൾ അങ്ങനെ ഒരു എഴുത്തുകാരൻ്റെ ഒരു ജനസമൂഹം മാനിക്കുകയാണ്. പിന്നെ ഓവിയന്റെ ഈ എന്താണ് അവിടെ ഡാം കെട്ടിന് അവിടെ വയലിലൊക്കെ വെള്ളം കിട്ടും. അപ്പോൾ ഓവിയൻ പറഞ്ഞ പല കാര്യങ്ങളും മുമ്പോട്ട് നോക്കി കാണാം. ചുറ്റും വയലുണ്ട്. ആ വയലിൽ വെള്ളം കിട്ടുന്നത് മലമ്പുഴ ഡാം കൂടെയാണ്. ഈ മലമ്പുഴ ഡാം കിട്ടുന്ന കാലത്താണ് രവി ഖസാക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്റ്റോറി പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ കാണാം, കഥയിലൊക്കെ നമ്മുടെ മുമ്പിൽ കാണാം. അപ്പോൾ വയലും ഈ നോവൽസിൽ ബന്ധു അത്രയും നല്ല വേറെ തമാശമാണ്. ഇവര് ഓഫീസിൽ സ്മാരകം നോക്കിയതായി എൻ്റെ അപ്പുറത്തെ വീടിന്റെ പേര് അപ്പുക്കളിയാണ്. അത് ചേട്ടൻ്റെ പറയാനാണ്. അവർ അത്രയും ഓഫീസിൽ ഭക്തിയാണ്. ആരും അപ്പുക്കളിയുടെ വീട്ടിൽ പേരിട്ടു കുറച്ചപ്പുറമാണ് അപ്പുക്കളി. അപ്പൊ ഒരു നാട് മുഴുവൻ കൊണ്ടാടുകയാണ്. അത് വലിയ കാര്യം. ഇതിൽ ഇതേ അനുഭവം ഉണ്ടായ ടാഗോറിന്റെ അവിടെ പോയത് ശാന്തികേന്ദ്രത്തിൽ പോയത്. ടാഗോറിന്റെ ചെരുപ്പ് കണ്ടിട്ട് കരയുന്ന വിദേശ മേധാവികളെ കണ്ടു. ടാഗോർ ഉപയോഗിച്ച ഷൂവൊക്കെയാണ് കുറച്ചിട്ടുണ്ട്. അത് തൊടാൻ പറ്റില്ല. അതിന് പുറത്തുനിന്ന് കരയുന്ന ഇങ്ങനെ കരയുന്ന വിദേശ മേധാവികളെ കൽക്കട്ടയിൽ ശാന്തികേന്ദ്രം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദരിച്ചു കിട്ടും. വൈകാരികതയും വിചാരകരതയും ഒന്നിക്കണം സ്ഥലങ്ങളാണ്. ഏതായാലും പറഞ്ഞു വന്ന നിലയിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഖസാക്കിലേക്ക് ക്ഷണിക്കുകയാണ്. വാസ്തവത്തിൽ നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു സ്മാരകം ആയിട്ട് അത് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഷേക്സ്പിയറെ കുറിച്ച് പറഞ്ഞല്ലോ, ഷേക്സ്പിയറുടെ അവിടെ നമ്മൾ ചെന്നാൽ രണ്ട് ഡിമാൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന് വീഡിയോ ഓൺ ഡിമാൻഡ് എന്നാണ്. 4 ലക്ഷത്തോളം വീഡിയോസ് അവിടെ ഷേക്സ്പിയറുടെ സ്മാരകത്തിലുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും അപ്പോൾ എടുത്ത് കാണാം. മറ്റൊന്ന് തിയേറ്റർ ഓൺ ഡിമാൻഡാണ്. തിയേറ്റർ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാടകം കാണണം, മേക്ബത്ത് കാണണമെങ്കിൽ അത് നിങ്ങൾ തലേ ദിവസം ഒരു ഇമെയിൽ അയച്ച് ബുക്ക് ചെയ്താൽ അവിടെ ആ സംഘം അത് കാണിക്കും. അപ്പോൾ നമ്മളതിൽ നിന്ന് ഇപ്പോൾ നാടകം നടത്താനുള്ള ഒരു സന്ദർഭം നമുക്കില്ലാത്തതുകൊണ്ട് ഇവിടെ വിജയനെ കുറിച്ചുള്ള 400ഓളം വീഡിയോ ഒക്കെ നമ്മൾ വീഡിയോ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. നിങ്ങളെയൊക്കെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. പ്രസംഗം എന്ന നിലയിൽ, പ്രസംഗകൻ എന്നുള്ള നിലയിൽ എങ്ങനെ വിലയിരുത്തും? ഞങ്ങൾ വേറെ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ താങ്കൾ എങ്ങനെ വിലയിരുത്തും? ഞാൻ നല്ല പ്രസംഗങ്ങളല്ല എനിക്കറിയാം. ഞാൻ വിനയോട് പറയുന്നത് ഈ പ്രസംഗങ്ങൾക്ക് വേണ്ട അടിസ്ഥാനപരമായ ഗുണങ്ങളൊന്നും എനിക്കില്ല. ശബ്ദത്തിന്റെ നാടകീയമായിട്ട് വിന്യാസം എനിക്ക് ചെയ്തില്ല. എന്നെ ഒരുപാട് സഹായിക്കുന്നത് ഈ ഞാൻ എൻ്റെ ഒരുക്കമായിരിക്കും. ആശയങ്ങളുടെ ഒരു പുതുവാക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈ പറഞ്ഞ ധ്യാന പ്രവണതായിരിക്കും. അല്ലാതെ ഞാൻ കണ്ടാൽ വലിയ ആളല്ല. എൻ്റെ ശബ്ദത്തിന് നല്ല കടുപ്പമില്ല. നാടകീയമായിട്ട് ബാസെന്ന് പറയുക അങ്ങനെ എൻ്റെ ശബ്ദ ശേഷിയൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ വലിയ ആളുമല്ല. എന്നുവെച്ചാൽ ഞാനൊരു സ്കൂൾ അധ്യാപകൻ മാത്രമാണ്. അങ്ങനെയുള്ള ഔദ്യോഗികമായ പരിവേഷമില്ല. പിന്നെ അധികാരിയല്ല. മാതൃക്കൊക്കെ ഈ പ്രാഥമികതയൊക്കെ ഞാൻ പ്രസംഗം നന്നാവാൻ ഞാൻ അധ്വാനിക്കാനുമാണ്. എല്ലാവരും വന്നു നിന്നാൽ തന്നെ പ്രസംഗമുണ്ടാവും. ആ ശബ്ദമൊക്കെ വലിയത് ഞാൻ പ്രസംഗം നന്നാക്കണമെങ്കിൽ ഞാൻ അധ്വാനിച്ച് ആശയങ്ങൾ അവർക്ക് കഠിനമായ ജോലിയാണ്. എൻ്റെ പ്രസംഗത്തിൽ ഇതൊക്കെ കഠിനമായിട്ടുള്ള ജോലി ഇപ്പൊ ഒരിക്കലും അതായതായില്ല. ഞാൻ മിക്കവാറും ദിവസം പ്രസംഗിണ്ടാവും. ഒരാഴ്ചയ്ക്ക് 2-3 ദിവസം എന്തായാലും പ്രസംഗിണ്ടാവും. പിന്നെ 3 സ്ഥലത്ത് പ്രസംഗിക്കും. യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിന് 2 പ്രസംഗം, പിന്നെ പയ്യൽ ഗൂഗിൾ വാസിക്ക് 3 മണിക്കൂർ കൊടുക്കും. അങ്ങനെയായിട്ട് എനിക്ക് ഒരിക്കലും സമാധാനമുണ്ട്. ഞാൻ പ്രാഥമികനാണ്. എനിക്കൊരു അനായാസമായി ചെയ്യാവുന്ന ഒരു പണിയാണ് തോന്നുന്നില്ല. അത് നല്ല ഒഴുക്കുണ്ട്. പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അത് കാരണം അത് നമ്മൾ പൊതുവാக ഒരുപാട് കാര്യങ്ങൾ പറയാം. വ്യക്തിപരമായിട്ടൊന്നുമില്ല, പുതിയ ആശയങ്ങൾ പറയാം. ആശയങ്ങളില്ലാത്ത ലോകമാണ്. എല്ലാവർക്കും കൺസംഷനിലാണ് ഇഷ്ടം, ഉപഭോഗത്തിൽ മാത്രം ഇഷ്ടം. ആശയങ്ങൾ ഇഷ്ടമാണ്. നമുക്ക് 2 രീതി താല്പര്യങ്ങളാണ്. ഒന്ന് ഉപഭോഗം, മറ്റൊന്ന് ഭീതി. പ്രസംഗം 2 പ്രസംഗത്തിൽ ഭീതിയില്ല. കാര്യം തുറന്നത് അത് മറ്റൊന്ന്
പരസ്പരം കേൾക്കുന്നതിനാണ് ഇന്ററാക്റ്റീവ് അല്ല. മിക്കവാറും പ്രസംഗമായിട്ട് പോകുമ്പോൾ ഒരാൾ കൈ കൊടുക്കുന്ന അഭിപ്രായം പറയും, ചില രീതി പറയും, ഇതോടെ സകാരാത്മക അഭിപ്രായം വിമർശനം പറയും. അപ്പോൾ ഇന്ററാക്റ്റീവാണ്. അവരുടെ ദീർഘമായ ചരിത്രമുണ്ടോ ഇന്നലെ തുടങ്ങിയതല്ല, വളരെ കാലത്തെ ചരിത്രം ഉണ്ട്. ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ, ബുദ്ധന്റെ പ്രഭാഷണം, എല്ലാം വലിയ ചരിത്രമുണ്ട്. സംഗതി ഇന്നലെ തുടങ്ങിയാണ്, പണ്ടുകൊണ്ടേ മനുഷ്യന്റെ സംഗതിയാണ്. പിന്നെ പഴയ ആളുകൾ കൂട്ടത്തിൽ സംസാരിക്കുമായിരുന്നു. ഈ ടി വി ഒക്കെ വരുന്നതിന്റെ പഠനമല്ല, പണ്ട് ഈ കഥകളൊക്കെ ഉണ്ടായാലേ. ഇപ്പോൾ സിൻഡ്രല്ല കഥയെ ചെയ്തിട്ട് പറഞ്ഞു. സിൻഡ്രല്ല കഥ ക്രിക്കറ്റിൽ ഒരു ഒലക്കോട്ട ശക്തിയിലെ പേരുണ്ട്. അതേ കഥ ഒലക്കൂടുന്നതല്ലേ ഒലക്ക, അതേ കഥ. അത് സിൻഡ്രല്ലാന്ന് വാക്കിന്റെ അർത്ഥം ഞാൻ മാറ്റായിട്ട് കഥകളിക്കട്ടെ. സിൻഡ്രല്ലാന്ന് സിൻഡർ പറഞ്ഞാൽ അടുപ്പിൽ വെണ്ടിയിരുന്നതാണ്. അടുപ്പിൽ സിൻഡർ ലാൻഡ് പോലെ പെൺകുട്ടി, അടുപ്പിൽ വെണ്ടിയിരുന്ന ജീവിക്കുന്ന പെൺകുട്ടി. അവർക്ക് വേറെ പേരുണ്ട്. ആ സാന്നിധ്യം വലിയ വിഷയമാണ്. ആ കഥയിൽ അവരുടെ യഥാർത്ഥ പേരില്ല. ഇപ്പൊ സിൻഡർലാന്ന് മനോഹരമായ പേരാണ് ശരിക്കും ബ്യൂട്ടി ഫാഷൻ ആർക്കും ഇടാറുണ്ട്. സിൻഡർലാന്ന് വാക്കിന്റെ അർത്ഥം അടുപ്പിൽ ജീവിക്കുന്ന പെണ്ണുങ്ങളാണ്. അവർക്ക് മറ്റൊന്നും പേരുണ്ട്, അത് മാറ്റിപ്പോയി. പക്ഷെ ആ ഒലക്കോട്ട് ചക്കി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഒലക്കോട് നെല്ല് കൊടുക്കുന്ന വല്ല അധ്വാനം അവർക്ക് ചക്കി ചക്കി കൊണ്ട് ചങ്ങനല്ലാതെ ചക്കി പെൺകുട്ടി. അതൊക്കെ കൃത്യമായിട്ട് തങ്കയാണ്. വീട്ടിക്ക് മണ്ണിൽ വീട്ടിലുള്ള തങ്കയെന്ന് പെൺകുട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് കഥകൾ പ്രചരിക്കുന്നത്? അപ്പോൾ കഥകൾ വലിയ ചരിത്രമാണ്. വാസ്തവത്തിൽ കഥകൾ എന്ന് പറയുന്നത് ചരിത്രത്തെ സൂക്ഷിക്കാനുള്ള ഒരു മാർഗമാണ്. ചരിത്രം സൂക്ഷിക്കാം, കഥയായിട്ട് സൂക്ഷിക്കാം, പാട്ടായിട്ട് സൂക്ഷിക്കാം. അപ്പൊ ചരിത്രത്തിലെ കഥ ഡീകോഡ് ചെയ്യും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഈ സംസാരം എന്ന് പറയുന്ന വിഷയത്തിൽ പണ്ട് എഴുത്തിൽ അന്തരാക്കം വന്നത്. അല്ലോ പാലക്കാട് തമിഴ് സംസാരമൊന്നും പാലക്കാട് അറിയാമോ? സംസാരത്തിൽ ഭാര്യ നടക്കും. ഒരു ചെറിയൊരു ചോദ്യം ഞാൻ ഇതിൽ നിന്ന് വിട്ടിട്ടാണ് ചോദിക്കാൻ പോവുക. നിങ്ങൾ വേറെ വീട്ടിൽ അത് എടുക്കരുത് കേട്ടോ. പുതുതായി പുറത്തിറങ്ങിയ പുസ്തകമാണല്ലോ എൻ്റെ സ്ത്രീകൾ. ഒരർത്ഥത്തിൽ അപ്രതീക്ഷിതമായ ഒരു പുസ്തകമാണ്. അത് എഴുതാനുണ്ടാക്കിയ സാഹചര്യങ്ങളുണ്ട്. അതിന് ഒരുപാട് ഉത്തരങ്ങൾ പറയാം. ഒരു ഉത്തരം പറയാം. ഞാൻ നേരെ നോക്കുന്നത് മുല്ലയുടെ നോക്കിയ ഉത്തരം പറയാൻ വളരെ സൗകര്യം. ഞാൻ ജനിക്കുമ്പോൾ വീട്ടിൽ സ്ഥിരതാമസക്കാരായി ഞാനടക്കം 2 ആണുങ്ങൾ. എൻ്റെ അച്ഛൻ ഞാനാണ്, ബാക്കി ഒരുപാട് പെണ്ണുങ്ങൾ. എൻ്റെ അമ്മമ്മ, അതായത് അച്ഛൻ്റെ അമ്മ പെണ്ണ്, എൻ്റെ അമ്മ പെണ്ണ്, അവരുടെ മൂത്ത മകള്, ഞങ്ങൾ ഗട്ടിയമ്മ നോക്കുന്ന വലിയ പെണ്ണ്. ആ വീടും തൊട്ട് നോക്കിയാൽ കാണാം വീട് മുല്ലയുടെ ഭാര്യ വീടാണ്. അവിടെ പിന്നെ ഒരു പുരുഷൻ ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണ്. 5 ഇത് 8 പെണ്ണുങ്ങളും 8:2 ആ നിലയ്ക്കുള്ളതാണ് ഞാൻ 6 വർഷം കേട്ടാം. അതുകൊണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് അവരുടെ സ്വാഭാവികമായിട്ട് ഇടപെടാം. മറ്റൊന്ന് മുരളീധരന്റെ ഭാര്യയുടെ അമ്മയാണ്. ഞാൻ അവരോട് പല സന്ദർഭങ്ങളും എഴുതിയിട്ടുണ്ട്. അത് പറയാം. യേശുദാസ്, ഞാൻ കോട്ടക്കൽ ചികിത്സയിൽ കിടക്കുമ്പോൾ സുഭാഷ് വിളിച്ചു പറഞ്ഞു. യേശുദാസിന് 80 വയസ്സായി. ആ 80 വയസ്സായ മാവുകളിൽ പ്രത്യേക അല്ലാത്ത ഒന്ന് യേശുദാസ് ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവും. ഒരു സംഗീതം എൻ്റെ ഒരു വിഷയമല്ല, എനിക്ക് അറിയാം. അവിടെ ഞാൻ ഇന്റർവ്യൂ ചെയ്യില്ല. അത് ശരി എന്തായാലും പറഞ്ഞു. പത്രക്കാരൊന്നും കുറിയല്ല, പത്രം പറഞ്ഞു. 10 മിനിറ്റോടെ കഴിഞ്ഞിട്ട് സുഭാഷ് വീണ്ടും വിളിച്ചു. അല്ല, ഇന്റർവ്യൂ ചെയ്യുന്ന കണ്ട ഞാൻ എന്നെ ബേബിയോട് പറയാം. എന്നെ ബേബി ഞാൻ ഇന്റർവ്യൂ ചെയ്തു. ബേബിക്ക് സംഗീതമായിട്ട് അടുപ്പുണ്ടല്ലോ, ബേബി സാറാണ് ഇന്റർവ്യൂ. അങ്ങനെ ആയിരുന്നു. പക്ഷെ ലേഖനം തന്നു. അപ്പൊ ഞാൻ കോട്ടക്കൽ ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇറക്കിയിരുന്നു. എനിക്ക് ലേഖന പാട്ട് കേൾക്കാൻ പോകുന്ന അങ്ങനെ സംസാരമില്ല. അപ്പോൾ വഴങ്ങി വന്നു. എന്നിട്ട് ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു. അവർക്ക് നമ്മൾ ഒരുപാട് ലേഖനങ്ങൾ ഒപ്പിയിരുന്നു, ഫോളം ഒപ്പിയിരുന്നു. അപ്പം മാതൃകയോട് ലേഖനം വീട്ടിൽ കൊടുക്കുക എന്നൊക്കെ കടങ്ങാൻ ദേശാമതി മാതൃക വീട്ടിൽ എല്ലാം കൊടുക്കണം. അപ്പോഴാണ് ആലോചിച്ചാൽ വല്യമ്മ ഓർമ്മ. ഈ വല്യമ്മ യേശുദാസൻ യേശു എന്നാണ്. അസൽ പാട്ട് പാടും, നന്നായിട്ട് പാട്ട് പാടും, സുന്ദരിയാണ്, നന്നായിട്ട് പാട്ട് പാടും, നല്ല ഹ്യൂമർ സെൻസ്. പൊതുവെ സ്ത്രീകൾക്ക് ഹ്യൂമർ സെൻസ് കുറവാണ്. അത് അവരുടെ കുറ്റമല്ല. ആണുങ്ങൾ അവരുടെ തമാശ പറയാൻ ആണുങ്ങൾ വിടാൻ പാടാം. സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഹ്യൂമർ സെൻസ് ഉണ്ട്. പക്ഷെ അത് പറയാനുള്ള അനുവാദം അധികാരികളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് സ്ത്രീകളുടെ ഹാസ്യഭാവന കുറഞ്ഞു വന്നാണ്. ഇവിടെ ഒരു കലക്ടറായിരുന്നു അവർ ഹാസ്യത്തെ കുറിച്ച് പുസ്തകം എഴുതിയാണ്. അപ്പൊ അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയത് പോട്ടെ. അപ്പോൾ ഈ വല്യമ്മ പിന്നെ ടി വി എന്നാ പറയാം. ടിവിയിലെ പാട്ട് കേട്ടില്ലേ? അത്രയും അടുപ്പം തോന്നാണ് നമ്മൾ പേര് എഴുതി കൊടുക്കില്ലേ? ഒരിക്കൽ കണ്ടിട്ട് നോക്കില്ല, പാട്ട് കണ്ടിട്ടേ ഉള്ളൂ. അത് റേഡിയോ ആണല്ലോ നമസ്കാരങ്ങളെ. അപ്പോൾ ആ വല്യമ്മ അത്രയായിട്ട് പാടും, നല്ല തമാശ പറയും. അപ്പോൾ അവരെ മനസ്സിൽ തുടങ്ങും. അപ്പോഴാണ് ഈ രഞ്ജിത്തിന്റെ സിനിമയുണ്ട് നന്ദ. അതിൽ വലിയ
അല്ലെ യേശുദാസിനോട് വല്ലാണ്ട് ഫാൻസിയുള്ള ഒരു സ്ത്രീയുണ്ട്. അപ്പൊ എനിക്ക് ഒട്ടുന്ന ഉറപ്പായി. പിന്നെ കണ്ടാസത്ത് എഴുതി എടുത്തു. അപ്പൊ ഒരു വീട്ടിലെ കത്ത് എങ്ങനെയാണ് അന്വേഷിച്ചു. ഒരു വീടിന്റെ അല്ലാതെ വലിയ പൈസ ഒരു വീടിനുണ്ട്. ഹൗസ് ഹോൾഡ് യേശുദാസ്. വീട്ടിലെ കത്ത് യേശുദാസ്. അതിന്റെ ലേഖന്റെ പേര് വീട്ടിലെ യേശുദാസിലെ വീട് എന്നാണ് ലേഖന്റെ പേര്. മാതൃകയിൽ വലിയ പടമൊക്കെ തന്നാ എൻ്റെ ഒരു പടം വലിയ വെച്ചു പടം നമ്മൾ ഉണ്ടായി അതൊക്കെ വെച്ച് കൊടുത്തല്ലേ അതാണ് അത് ഒരു പറയുന്നു. ഈ വലിയ പോലുള്ള സ്ത്രീയെ കൊടുക്കുന്നതിന് അർത്ഥമായിട്ട് മനസ്സിലായി. ഞാൻ എഴുതാൻ സ്ത്രീയതകളൊക്കെ വിളിക്കും. അപ്പോൾ പെട്ടെന്ന് എഴുതിപ്പോയി സ്ത്രീയതകൾ. അത് സ്ത്രീയതകളെ പിന്നെ പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നേ ഒരു സ്ത്രീ എനിക്ക് ഏറ്റവും അടുപ്പുള്ള സ്ത്രീ മുഴുവൻ വായിച്ചു കൊടുക്കും. അതിൽ സ്ത്രീകൾക്ക് അപകാരകരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ സ്ത്രീയുടെ കേട്ടിട്ടുണ്ട്. അവരുടെ ഭാര്യ അവരെ അനുവാദമല്ല അവർ വായിച്ചു നോക്കിയിട്ട് പിന്നെ അതിന്റെ പിന്നിലൊക്കെ കുറിപ്പ് അതിന് പുസ്തകമായിട്ട് വന്നു. അവസാനത്തെ ചോദ്യം അത് നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം അതിന് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞാൽ ഒരു പരസ്യം കൂടെ പരസ്യമാവും. ഒന്ന് ഞാൻ പറഞ്ഞു ഈ നോവലിന്റെ ആദ്യവാക്യങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്. അങ്ങനെ വിദേശത്തും ഉണ്ടെന്ന് തോന്നില്ല. നോവൽ ആദ്യവാക്യത്തെ കുറിച്ച് പൂമൻകാവിൽ ബസ് ചേർന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. ഇതാണ് ഖസാക്കിൽ ഒന്നാമത്തെ പാഠം. അതിനെക്കുറിച്ച് ഖസാക്കിൽ സംസാരിച്ച് 10 വർഷം മുമ്പ് അത് വലിയ രസമുള്ളതാണ്. പൂമൻകാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യനില്ല, പൂമൻകാവ് മാത്രമേ ഉള്ളൂ. ബസ് എന്ന് പറഞ്ഞാലോ അപ്പൊ പൂമൻകാവുന്ന മോഡേണിറ്റി മുമ്പുള്ള കാലം പഴയ കാലം ബസ്സിന്റെ ശരിയായ പേര് പറയും ഓമിനി ബസ്. മനുഷ്യന് ഓമിനിയുടെ ബസ് ഫോർ എവരിവൺ എല്ലാവരും കയറാവുന്ന വാഹനമാണ് ബസ്. ചുരുങ്ങിയാണ് ബസ്സുമായി. അപ്പോൾ ആ ഖസാക്കിലെ ആദ്യത്തെ 2 വാക്കുകൾ നോക്കിയാൽ തന്നെ ആ നോവലിന്റെ മൗലിക സംഘർഷം കാണാം. പ്രകൃതിയുടെ സൃഷ്ടി അതുപോലെ മനുഷ്യന്റെ കടമയാണ്. ഇതാണ് ഖസാക്കിലെ വിഷയം. ആ വിജയനെ താരം ഉണ്ടാവില്ല. ഈ ലേഖനം വിജയൻ കേസ് കൊടുക്കുക കേസല്ല ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഞാൻ ഒരു റൈറ്റേഴ്സ് ക്രിട്ടിക്കാണ്. എഴുത്തുകാരൻ വ്യാഖ്യാനിക്കുന്ന ആളല്ല. അയാളെ കാര്യം ചുറ്റി കൊടുക്കുന്ന അതുപോലെ റൈറ്റേഴ്സ് ക്രിട്ടിക്കല്ല. എഴുത്തുകാരനെ പ്രശ്നമല്ല, എഴുതാൻ മാത്രം പ്രശ്നം. അപ്പൊ ഈ 2 വാക്കുകൾ തന്നെയും ഈ നോവലിലെ മൗലികമായ സംഘർഷത്തെ അവതരിപ്പിക്കുന്നു. ആ സ്ഥലത്തെ കുറിച്ചുള്ള നോവലാണ്. സ്ഥലം എന്ന വാക്ക് ഞാൻ സ്ഥലം എഴുതാവിധമായി തോന്നില്ല. ആദ്യമായിട്ട് വരുന്നതാണ് സ്ഥലം അവിധമായി തോന്നില്ല. അത് ഇവിടെ അപ്പൊ അത് വെച്ചിട്ടാണ് ലേഖനം. പിന്നെ ഇപ്പോഴാണ് തോന്നുന്നത് നോവലിന് ആദ്യ വാക്യങ്ങൾ അത് പറഞ്ഞു നിർത്താം. ചെമ്മീൻ നോവല ചെമ്മീൻ ആദ്യ വാക്യം എന്താ? എന്റെ ഉച്ചാരണമൊക്കെ ഉണ്ടാവും. എന്റെ അച്ഛൻ വള്ളവും വലയും മേടിക്കാൻ പോകുന്നുണ്ടല്ലോ. ഏതായിരിക്കും എന്റെ അച്ഛൻ മൈ ഫാദർ ഈസ് ഗോയിങ് ടു ബൈ എ ബോട്ട് ആൻഡ് നെറ്റ്. അതെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ അങ്ങനെയാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ. എന്റെ അച്ഛൻ വള്ളവും വലയും വാങ്ങിക്കാൻ പോകുന്നുണ്ടല്ലോ. ഇതാണ് നമ്മൾ ചെമ്മീനെ കുറിച്ച് പറയുന്നത്. ചെമ്മീൻ കാമത്തെ കുറിച്ചുള്ള പുസ്തകമാണ്, പ്രണയത്തെ കുറിച്ച്. ശരിയാണ്, കാമവും പ്രണയവും തന്നെ പ്രധാന വിഷയം. പക്ഷേ അത് ഇക്കണോമിക്സ്. ചെമ്മീനിൽ സാമ്പത്തിക ശാസ്ത്രമുണ്ട്. അപ്പൊ ചെമ്മീൻ ഒന്നാമത്തെ വാക്ക് അത് പ്രൊഡ്യൂസ് ഒന്നാമത്തെ വാക്ക് അങ്ങനെ. അപ്പോൾ മാത്രമല്ല തമാശ NBS ആണ് ചെമ്മീൻ പ്രസിദ്ധീകരിച്ചത്. ഈ DC കഴിഞ്ഞ കൂടി അങ്ങനെ ഈ ഇങ്ങനെ വിദഗ്ധം. അപ്പോൾ ഈ പ്രേമകഥ എഴുതിയാൽ നമ്മളെ ഇവിടെ വർഗസമരം വേണ്ടത് വിൽക്കുന്നില്ല. തകഴിയുടെ വർഗസമരമൊക്കെ കുറച്ചാളെ വാങ്ങിക്കുന്നുള്ളൂ. അവിടെ NBSന്റെ ആവശ്യമാണ്. തകഴിക്ക് വീടിന് പൈസയില്ല. അപ്പോൾ അദ്ദേഹം ഒരു ബോട്ട് ഹൗസ് പോലെ ഹോട്ടലുണ്ട്. അവിടെ റൂം എടുത്ത് കൊടുത്ത് തകഴി 10 ദിവസം നോവലുണ്ട്. അങ്ങനെ എഴുതിയ നോവലാണ് ചെമ്മീൻ. അദ്ദേഹത്തിന് വലിയ തുക കിട്ടി. തകഴി മരിച്ചതിന് ശേഷം തകഴിയുടെ അനുസരിച്ച് സംസാരിക്കാൻ വേണ്ടി KP രാമനെയും ഞാൻ CK രാജശേഖരൻ തകഴിയുടെ വീട്ടിൽ പോയി. അപ്പോൾ തകഴി ചേച്ചി ഞങ്ങൾ എഴുത്തുകാരാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ചെമ്മീൻ കൊണ്ടുണ്ടാക്കിയ വീടാണ്. നമ്മൾ കല്ലും മണ്ണും കൊണ്ടല്ല വീടുണ്ടാക്കി, ചെമ്മീൻ കൊണ്ടുണ്ടാക്കിയ വീടാണോ. അപ്പോൾ അത് രണ്ടുപേരും ബന്ധമുണ്ട്. പൈസയെക്കുറിച്ചുള്ള സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള നോവൽ കൂടിയാണ് ചെമ്മീൻ. അതേസമയത്ത് ചെമ്മീനെ കൊണ്ട് ഇദ്ദേഹത്തിന് വലിയ നേട്ടം ഉണ്ടായിരുന്നു. തമാശ കൂടി അവസാന കാര്യം പറയുന്നു. അപ്പൊ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഉള്ള പിന്നെ ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്. സുഭാഷ് ചന്ദ്ര അതുകൊണ്ട് ഞാനിങ്ങനെ സുഭാഷ് ചന്ദ്രന്റെ നോവലിനെ കുറിച്ച് ഒന്നാമത്തെ ഭാഗത്തെ കുറിച്ച് എഴുതുമ്പോൾ സുഭാഷ് ചന്ദ്രൻ ഞെട്ടിക്കുന്ന അതിന്റെ ബോധമുണ്ടായ കുറച്ച് പിന്നെ ഒരു കുഞ്ഞ് ഈ ഒന്നാമത്തെ ഭാഗത്തെ ഒരു കുഞ്ഞ് പുറത്തു വരുന്നത് എങ്ങനെയാണ്?
ഈ കുഞ്ഞ് ഈ പ്രസവ സമയത്ത് മാത്രമാണ് യോനി ഭാഗത്തിൽ എത്തുന്നത്. അത്ര വരെ തല ഒഴിവാണ്. വളരെ ബുദ്ധിമുട്ടി ആ കുഞ്ഞിന്റെ ഒരു തല തിരിഞ്ഞ് യോനിയിലേക്ക് വന്ന് കുഞ്ഞ് പുറത്തേക്ക് വരും. അതേപോലെ തന്നെയാണ് ഈ ഒന്നാമത്തെ വാക്യം എന്ന് പറയുന്നത്. റേഡിയോ എന്റെ മനസ്സിലുണ്ട്. നോവൽ എഴുതുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒന്നാമത്തെ വലിയ ചോര ഉണ്ടാകുന്ന സാധനം ലിപ്രസവം എന്ന് പറയുന്നത്. അത്രയും ബുദ്ധിമുട്ടുണ്ട് ഈ നോവലിന്റെ ആദ്യത്തെ വാക്യത്തിൽ. സുഭാഷ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ പുസ്തകമാണ്. ഞാൻ ഒറ്റപ്പെട്ട ലേഖനം ആലോചിച്ചാണ്. ഇത്രയും പ്രധാനത്തിന് സുഭാഷിനെ പോലെ ഉൾപ്പെടുത്തുന്നതായിട്ട് പുതിയ എഴുത്തുകാരെ പറയുമ്പോൾ പിന്നെ ആ 100 നോവലുകളുടെ ആദ്യ വാക്യങ്ങളെ കുറിച്ച് എഴുതാനില്ല. 23 ബുക്ക് ചെയ്തു. ഓൺലൈൻ മാസികയാണ്. ബാക്കി എഴുതാം. അതുകൊണ്ടാണ് ഇനി ബോള് ആ കോർട്ടിലേക്ക് വിടുക. നിങ്ങളുടെ കുറേ സംശയങ്ങളുണ്ടാവുമല്ലോ. ആ സംശയങ്ങൾക്ക് വേണ്ടി അതുകൂടെ നമുക്കൊന്ന് ദൂരീകരിച്ചെടുക്കാം. സംസാരിച്ചവര് തിരുത്തി നേരെ മുതൽ അവസാനത്തേക്ക് സുരേഷ് കുമാർ വരെ പറഞ്ഞപ്പോൾ ആ കേസരി അതുപോലെ ജോസഫ് കുണ്ടശ്ശേരി ഇങ്ങനെ വന്ന് അഴീക്കോട് മാസം അവസാനം എല്ലാവരും ആ സമയങ്ങളൊക്കെ പരാമർശിച്ചു. കെ രാജശേഖരൻ മാഷ് വേറിട്ട വഴിയിലൂടെ നടക്കുന്നത് നടക്കും. മാഷ പോലെ നടക്കുന്ന മറ്റൊരാളെ മാഷക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? വേറിട്ട വഴി ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പറയുന്നത്. ഇതിന് കുറച്ച് റിസ്ക് ഉണ്ട്. ഈ നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് ഈ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് നിരൂപണം എഴുതുന്നത് കുറച്ച് എളുപ്പമാണ്. പാണ്ഡിത്യം മാത്രമല്ല, ഇത് കവിതയ്ക്ക് വേണ്ട പോലെ കഥക്ക് വേണ്ട പോലെ ഇൻസ്പിറേഷൻ കൂടി വേണം. ഞാൻ നിരന്തരം എഴുതുന്നതിന് അത് എൻ്റെ തലച്ചോറാണെങ്കിൽ പാവപ്പെട്ടുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് മൊത്തം ഈ അംഗീകാരത്തിൻ്റെ പണിയാണ്. നിങ്ങൾ വീട്ടിൽ നടത്തുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് കടപ്പാടാണ്. ഞാൻ ഇങ്ങനെയുള്ള ഈ വർഷം തന്നെ 6 ലേഖനങ്ങൾ എഴുതി പലപ്പോഴത്തെ പഠിക്കാറുണ്ട്. അത് ഞാൻ സാധാരണ കഥ ഫേസ്ബുക്ക് എഴുതാൻ പാടാം. എൻ്റെ അമിതമായ സന്തോഷം കൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുക. എന്നെ ഇന്ത്യൻ ഇന്ന പഠിക്കാറുണ്ട്. അതൊരു വിഷയമല്ല, സാധാരണ അവരുടെ കാര്യമല്ല. കാരണം ഇത് അംഗീകാരക്കാരുടെ ബുദ്ധിമുട്ടാണ്. അടിസ്ഥാന സിദ്ധാന്തം സാഹിത്യം പറഞ്ഞില്ലല്ലോ. സംസ്കൃതകാരും പറഞ്ഞില്ല, സാഹിത്യം പറഞ്ഞില്ല. പിന്നെ എന്ത് മലയാളികൾ സ്വന്തമായിട്ട് ആലോചിക്കാൻ കഴിയും? ആ ബോധം ഇപ്പോഴുമില്ലേ സ്വന്തമായിട്ട്? മലയാളി സ്വന്തമായിട്ട് ആലോചിക്കാനുള്ള ശേഷിയും ഇല്ലാതെ വിചാരം നമ്മളുടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് ജീവിതാനുഭവങ്ങളുണ്ട്, നമുക്ക് ലോകാനുഭവങ്ങളുണ്ട്, നമുക്ക് സ്വന്തമായി ചിന്തിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അധികാര രൂപമൊന്നുമല്ല, അതുപോലെ കഥയാണ്. മുമ്പിൽ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ കഥയാണ്. അതിനൊരു മുഖ്യപ്പെട്ട ആവശ്യമൊന്നുമില്ല. അതിന് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ നിലക്ക് ഞാൻ മറുപടി തന്നെ പറയുന്നില്ല. ബാക്കി എല്ലാവർക്കും സിദ്ധാന്തമായിട്ട് സഹായമില്ല. സിദ്ധാന്ത സഹായം അങ്ങനെയില്ല. ഓക്കെ, ഈ ചോദ്യത്തോടനുബന്ധമായിട്ടുള്ളൊരു ചോദ്യം കൂടി ചോദിക്കാം. മുഖ്യധാര സാഹിത്യ വിമർശന രംഗത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമാണ് E.P. രാജഗോപാലന്റെ വിമർശന രീതി. അത് ഒരു 14 കൃതികൾ പരിശോധിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ഫോക്ക് പാരമ്പര്യം, ഒരു ഫോക്ക് ലോറിലേക്ക്, അത് ഫോക്ക് ലോ ലൈഫിലേക്ക് കടന്നു പോകുന്ന രൂപത്തിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നാം അവഗണിച്ചു തരുന്ന പ്രശ്നങ്ങളെ വളരെ സമഗ്രമായി ഏറ്റെടുത്തുകൊണ്ട് ഒരു ഫോക്ക് ടച്ച് മുഴുവൻ കാണുന്നു. അത് ഫോക്കിലോ ലൈഫിലേക്ക് അത് പോകുന്നുണ്ട്. ഇപ്പൊ അലൻഡൻസിനെ പോലെയുള്ള വിശ്വപ്രസിദ്ധന്മാരായിട്ടുള്ള ഫോക്ലോറിസ്റ്റുകൾ E.P. രാജഗോപാലന്റെ രചനയെ സ്വാധീനിച്ചിട്ടുണ്ടോ, ആ ഒരു മാർഗം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ ഫോക്ലോർ സിദ്ധാന്തങ്ങളും വായിക്കാറുണ്ട്. ഫോക്ലോർ സിദ്ധാന്തങ്ങള് പല ഇൻട്രസ്റ്റ് കുറേയൊക്കെ പേര് കേൾക്കാൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് അത് വായിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ കഴിവോറും ജീവിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ കഥാകാരന്റെ സിദ്ധാന്തങ്ങൾ വായിക്കുന്നുണ്ട്, കഥയും നോവൽ എഴുതുന്ന സിദ്ധാന്തങ്ങൾ വായിക്കുന്നില്ലോ. അവർ ജീവിതം നോക്കിയല്ലേ. ഞാൻ എഴുതുന്നത് അങ്ങനെ. എനിക്ക് സിദ്ധാന്തങ്ങൾ വലിയ ആവശ്യമൊന്നുമില്ല. എന്നെ ഒരു പ്രത്യേക സിദ്ധാന്തം എടുപ്പിക്കാൻ പറ്റും. ആ സിദ്ധാന്ത ശുദ്ധിയെന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെ വിശ്വാസമില്ല. എനിക്ക് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ് നിരൂപണം. ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഇത്രയും കാലം മൂന്നൊക്കെ അറിവാണ്. അല്ലാതെ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് ഞാൻ ഇനി പരിഹരിച്ചിട്ടില്ല. ഈ ഫോം ഫില്ലിംഗ് ലൈനൊക്കെ ഭയമില്ല. നമ്മളിപ്പോൾ ഫോം പഠിക്കും. നെയിം ഓഫ് അപ്ലിക്കൻ വേറെ, നെയിം ഓഫ് ഫാദർ വേറെ, ഡേറ്റ് ഓഫ് ബർത്ത് വേറെ. അങ്ങനെ നിരൂപണം കിട്ടുക. സിദ്ധാന്തത്തിന്റെ ഒരു ഫോറം കാണിച്ചിട്ട് ഉദാഹരണത്തിന് ഇത്ര മലയാളത്തിലെ കഥയുടെയും നോവലിന്റെയും തരത്തില്ല അതിലൊക്കെ ക്രിയേറ്റിവിറ്റി ഉള്ളൂ. അങ്ങനെയല്ല എഴുതുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ആലോചന ശേഖരിക്കും. നമുക്ക് നമ്മുടെ പുസ്തകാനുഭവം, ജീവിതാനുഭവം
വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. അത് ബുദ്ധിമുട്ടുള്ള പ്രവർത്തനമാണ്. പക്ഷെ ഞാൻ രസിക്കുന്നുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്രയും പുസ്തകം ഞാൻ ഒരു പുസ്തകം പോലും സ്വന്തം പൈസ ചെലവാക്കിയിട്ടാണ്. എൻ്റെ സ്വന്തം പൈസ ചെലവാക്കി ഒരു പുസ്തകം പോലും പ്രത്യേകിച്ചില്ല. അപ്പോൾ തുടക്കം മുഴുവൻ ആളുകൾ വിദേശത്തൊക്കെ അറിയാം. വിദേശം ഒന്നാമത്തെ പുസ്തകം പ്രത്യേകിച്ച് പറഞ്ഞു. അന്ന് തൊട്ടുള്ള പരമ്പര ഇപ്പോൾ തുടരുന്നു. ഞാൻ ഒരു പൈസ പോലും പുസ്തകം പ്രത്യേകിക്കാൻ ചെലവാക്കില്ല. ആളുകൾ നമുക്ക് മലയാളിക്ക് ബുദ്ധിയുണ്ടെന്ന്. മലയാളിക്ക് സിദ്ധാന്ത നിർമ്മാണ ശേഷിയുണ്ട്. നമ്മൾ വർദ്ധിതല്ല. ഓക്കെ, ചോദ്യങ്ങൾ അതിന് ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ ഭയങ്കര ഇപ്പോൾ കാര്യപരമായിട്ട് വിദ്യനോളജി എന്നതിനെ കുറിച്ച് വിദ്യനെ കുറിച്ച് കുറെ വിദ്യനെ കുറിച്ചിട്ട് വിദ്യനെ കുറിച്ച് കുറെ കൂടി എന്താണ് ഉദാത്തമായിട്ട് സംസാരിക്കുകയാണ്. പക്ഷേ വിദ്യയുടെ കഥാത്തിന്റെ ഇതിഹാസം എന്ന നോവലിനെ കുറിച്ച് കഥാത്തിന്റെ ഇതിഹാസം വളരെ പ്രധാന മലയാള സാഹിത്യത്തിലെ വളരെ പ്രസിദ്ധപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ട നോവൽ ഇതിഹാസത്തിന് ശേഷം ഇതിഹാസത്തിന് മുൻപ് എന്നൊക്കെ നോവൽ. പക്ഷേ ഇത് കഥാത്തിന്റെ ഇതിഹാസത്തിന്റെ മൊറാലിറ്റിയെ കുറിച്ചിട്ട് എന്താണ് വിമർശനം എന്ന നിലയിൽ ആ നോവലിനെ കുറിച്ച് പറയാനുള്ളത്? അതിന്റെ മൊറാലിറ്റി പ്രശ്നമുള്ളൂ. അല്ല ഒരു വായനക്കാരൻ എന്നതിൽ എനിക്കെന്തോ കഥാത്തിന്റെ ഇതിഹാസം എന്ന നോവലിന്റെ ഒരു നമ്മളൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും വായനക്കാരന്റെ ഒരു എന്താണ് മൊറാലിറ്റി പ്രശ്നമുള്ളൂ. അല്ല, മൊറാലിറ്റി പ്രശ്നം ഞാൻ പറഞ്ഞു. അതിന്റെ ഭാഷ ആ കഥാ മൊറാലിറ്റി കിട്ടാം. അതിന്റെ ഭാഷ സൗന്ദര്യമുണ്ട്. പക്ഷേ കഥാപാത്രങ്ങളുടെ അതെന്താണ് സമൂഹത്തെ കൊടുക്കുന്ന സന്ദേശം എന്നതിനെ കുറിച്ച് ഞാൻ രണ്ടു മൂന്ന് ഭാഗത്ത് ചെറിയ തത്വം. അപ്പോൾ വിമർശനം എന്ന നിലയിൽ എന്താണ് താങ്കളുടെ അതിനെക്കുറിച്ച് അഭിപ്രായം? ഞാനിക്ക് ഈ സാധാരണ പറയുന്ന ഈ എന്താണ് മൊറാലിറ്റി ഒരു സ്നേഹമാണ് പ്രധാനപ്പെട്ടത്. സ്നേഹത്തിന്റെ ആവിഷ്കാരം. ബാക്കി മൊറാലിറ്റിയിലും ചില രൂപങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ ഏകപക്ഷീയ പ്രബലമുണ്ട്. ഇടക്കാലം കെ എൻ പണിക്കർ സാറിന് ഞങ്ങളൊരു പ്രവാസമാണ്. കെ എൻ പണിക്കർ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഒരു വടകരയിലെ കല്യാണത്തിന് വന്നു. അപ്പോൾ വരന്റെ സുഹൃത്താണ് പണിക്കർ സാറ്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് പണിക്കർ സാറ് പിന്നെ വരന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ. അപ്പോൾ കല്യാണ പന്തലിൽ വെച്ചാണ്. ഇങ്ങനെ പോലെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. വളരെ 50 പേര്. അപ്പോൾ ഒരു വയസ്സിന് വഴിയിൽ തുമ്പി വരുന്നുണ്ട്. അപ്പോൾ ഈ വരൻ പറഞ്ഞു അച്ഛന് വരുന്നു. അപ്പോൾ പണിക്കർ സാർ നമസ്കാരം. അടുത്തത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വേറെ വയസ്സിന് വഴിയോട്ട് വരുന്നുണ്ട്. അയാൾ ബന്ധപ്പെട്ടു അച്ഛൻ. നമുക്ക് പണിക്കർ പറയുന്നത് മൂന്നാമത്തെ അച്ഛനെ കാണുന്നതിന് ഞങ്ങൾ സ്ഥലത്ത് മാറി വരുന്നുണ്ട്. അപ്പൊ ഇയാളെ അമ്മക്ക് 2-3 ഭർത്താക്കന്മാരുണ്ട്. അച്ഛൻ ആരെയും വിളിച്ചറിഞ്ഞില്ല. ഇതാണ് മൊറാലിറ്റിയുടെ കേരളത്തിൽ. ഇത് പണിക്കർ സാറ് നമ്മളിപ്പോ തമാശ ഗൗരവകൃഷ്ണന്റെ തമാശയല്ലേ. ഇത് പണിക്കർ സാർ എഴുതുക, ഹിസ്റ്റോറിയനാണ്. നല്ല ഉത്തരവാദിത്വത്തോട് എഴുതുക. ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ആത്മഹത്യ വ്യവസ്ഥകൾ ഉണ്ടാക്കി ഓരോ നാട്ടിൽ ഓരോ മൊറാലിറ്റിയാണ്. സ്നേഹത്തിന്റെ ആവശ്യക്കാരാണ്. ഇപ്പോ വിജയന്റെ കഥാപാത്രം ഒരു സ്ത്രീയെ അവർക്ക് സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്തതിന് മുമ്പ് സംസാരിക്കാം. പക്ഷെ വിജയനാണ് ചെയ്യുന്നു. വിജയൻ കഥാപാത്രം ചെയ്യുന്നു. അവിടെ സ്നേഹത്തിന്റെ ആവശ്യക്കാരാണ്. സ്നേഹം വേണ്ടാണ് ആവശ്യം വേണമെന്ന് പ്രകടിപ്പിച്ച പുസ്തകം ജീവിതത്തിലും എഴുത്തിലും പ്രവർത്തിച്ച പുസ്തകം ജീവിതത്തിലും എഴുത്തിലും അങ്ങനെ ഒരു പുസ്തകത്തിന്റെ പേര് പറയാൻ പറ്റില്ല. ഒറ്റ പുസ്തകത്തിന്റെ പേര് പറയാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. എനിക്ക് സംസ്കൃതം അറിയാത്തതുകൊണ്ട് ഞാൻ മഹാഭാരതം ഒറിജിനലായിട്ട് വായിക്കും. പ്രകാശത്തിന്റെ ഗദ്യ വിവർത്തനമാണ് വായിച്ചത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒറ്റ ഞാൻ ഇംഗ്ലീഷിന്റെ വിദ്യാർത്ഥിയായതുകൊണ്ട് ഷേക്സ്പിയറുടെ എല്ലാ നാടകങ്ങളും വായിക്കും. അതുകൊണ്ട് പ്രയോഗിക്കുമെന്ന് പറയാം. പക്ഷെ അത് അങ്ങനെ ഒറ്റ പുസ്തകമായിട്ട് ചോദിക്കാൻ പറ്റില്ല. ഞാനൊരു അനുഭവം പറയാം. ഞാനൊരു PSC ഇന്റർവ്യൂവിന് പോയപ്പോൾ പിന്നെ അയാൾ ചോദിച്ചു മലയാളത്തിൽ ഒരു കവിത ചൊല്ലാൻ പറ്റുമോ. അപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മിച്ച് ചൊല്ലാനുള്ള ശീലമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചൊല്ലി ഏതാണ്ടിയാണ് ലോറിക്കടിപ്പെട്ട് ചത്ത കുഞ്ഞുങ്ങൾ ലോറിക്കടിപ്പെട്ട് ചത്ത കുഞ്ഞുങ്ങൾ ഊതിക്കെടുക്കുന്നു പാതകളൊക്കെ ചെറിയ
പാർട്ടിയുടെ പാടിപ്പോയില്ല ഒന്നാമതായ കൊണ്ടോ ഞാൻ എനിക്ക് റാങ്കിസ്റ്റൊക്കെ പോയിട്ടു അല്ല റാങ്ക് പോയതൊക്കെ കിട്ടി പക്ഷെ ഒരു അതെല്ലാം എനിക്ക് ധാരാളം ഒറ്റ പുസ്തകം പറയാൻ പറ്റും നോക്കിയിട്ട് പുസ്തകം പറയാൻ പറ്റില്ല മറ്റേ പുസ്തകം പറയാൻ പറ്റില്ല ഇത് ഈ വായനയൊക്കെ പിന്നെ ഒരു ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും വായിക്കുന്നുണ്ടല്ലോ ഈ വായനയൊക്കെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയ സാങ്കല്പിക പുസ്തകമുള്ളത് പലതരം വായനകളുടെ ആധാരമാണ് പുരോഗമിച്ച പുസ്തകം എന്നെ ചോദിച്ചു ഞാൻ ഈ KSRTC ടിക്കറ്റിനെ പറ്റി എഴുതിയിട്ടുണ്ട് ചെറിയ ടിക്കറ്റ് അതിൽ ഒരു വല്ലാത്ത വാർത്തയുണ്ട് ടിക്കറ്റ് യാത്ര മരിക്കുന്നവരെ ടിക്കറ്റ് വേണം മറ്റൊന്ന് ഒന്ന് കാര്യങ്ങൾ ഒന്ന് നാടകം എഴുതിക്കൊണ്ട ഒരാളാണ് ഇപ്പോഴത്തെ നാടകവും ഇപ്പം നാടകത്തിൽ നടക്കുന്ന കുറേ നാടകങ്ങൾ കളിച്ച് നടന്നു വരുന്നു ആ നാടകം എഴുതിയ കാലത്ത് നിന്ന് ഇപ്പോഴത്തെ നാടകം ഈ നിരൂപണത്തിന്റെ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് നമുക്ക് നടന്നു പോകുന്ന വാക്കിനെ പറ്റിയിട്ട് പറഞ്ഞു പക്ഷേ നാടകത്തെ ഇപ്പോഴത്തെ നാടകം അല്ലേ അപ്പൊ അതിന് കുഴപ്പം ഓരോ ഞങ്ങൾ എഴുതിയ നാടകങ്ങളോ മഹത്തരാണ് ഞങ്ങളെന്ന് പറയുന്ന നോക്കുന്നത് അങ്ങനെയില്ല ഞാൻ നാടകത്തല്ലാതെ എനിക്ക് നാടകം ശശിമായിട്ട് ചേർന്ന് മാത്രമേ ഞാൻ നാടകം എഴുതി സ്വന്തമായിട്ട് എഴുതിയില്ല എഴുതാൻ പറ്റില്ല ഞാൻ ശ്രമിക്കുന്നില്ല ഞാൻ ഡിക്ഷണറി കുറിച്ചുള്ള നാടകങ്ങളൊക്കെ ആലോചിക്കും വാക്കുകളുടെ പാർലമെന്റ് 64 വാർഡ് നിരോധിക്കപ്പെട്ടു നമ്മുടെ ലിംഗ്വിസ്റ്റ് ഞാൻ ഇതേ ഹോളിൽ പറഞ്ഞു കേരളമായിട്ട് പോയവർക്ക് അദ്ദേഹം അറിയാം സാക്ഷി ഇതേ ഹോളിൽ ഞാൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ലിംഗ്വിസ്റ്റ് പങ്കെടുക്കാം പേര് ഞാൻ പറഞ്ഞില്ല അദ്ദേഹം പങ്കെടുക്കുന്ന പാർലമെന്റ് 64 വാർഡ് നിരോധിച്ചു പാർലമെന്റ് ഡ്രാമ പറയാൻ പറ്റില്ല നാടകങ്ങൾ പാർലമെന്റ് പറഞ്ഞില്ല മുതൽ കഴിയുമെന്ന് പറയാൻ പറ്റില്ല അത് പറയാം അന്ന് രേഖയുണ്ടാവും പക്ഷേ ജനാധിപത്യ രാഷ്ട്രമായി ആ വാക്ക് വിരോധിച്ചിട്ട് നിങ്ങൾ ലിംഗ്വിസ്റ്റ് ഒന്നും ഉണ്ടാക്കും ഈ ലിംഗ്വിസ്റ്റുകൾക്ക് ലിംഗ്വിസ്റ്റിക്കൽ സിദ്ധാന്തം അറിയാമെന്നറിയാം അപ്പൊ നാടകം ഈ മാതൃകയുടെ കൂടി ആൾക്കാരായതുകൊണ്ട് നാടകം ഉണ്ടാവാം പലതരം നാടകമായിക്കോട്ടെ ഇപ്പൊ എന്റെ ഇഷ്ടത്തെ വിഷയം ലോകത്തിൽ പലതരത്തിലുള്ള സൈക്കിൾ നാടകങ്ങൾ മസ്തിക നാടകങ്ങളൊക്കെ എല്ലാ നാട്ടിലുണ്ട് മറ്റു നാടകങ്ങൾ അപ്പൊ പലതരം നാടകങ്ങളായിക്കോട്ടെ അത് നമ്മുടെ വ്യക്തിപരമായ താല്പര്യം കിട്ടുകയില്ല എക്കാലത്തും പലതരം നാടകം ഉണ്ടായിട്ടുണ്ട് ആ നാടകം ഉണ്ടാവും എനിക്കൊരു വിഷമം എന്ന് പറഞ്ഞാൽ സ്കൂൾ നാടകങ്ങളൊക്കെ ഉണ്ടാവും അതും നമുക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് കളിക്കാം ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് അതിന് നല്ല വീഡിയോ പതിപ്പ് തയ്യാറാക്കിയിട്ട് പ്രദർശിപ്പിക്കേണ്ട അത്ര ബുദ്ധിമുട്ടിനാണ് കുട്ടികൾ നാടകം കളിക്കുന്നത് സ്കൂൾ കോളേജിലൊക്കെ കോളേജ് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് തന്നെ അധികം നോക്കായിട്ട് വിദ്യാഭ്യാസം നോക്കിയിട്ട് ഞാൻ പറയും വിദ്യാർത്ഥിയുടെ നാടകങ്ങൾ തപ്പാനുള്ള നാടകം എത്തിച്ച നാടകം നമ്മൾ കോഴിക്കോട് നാടകമാണ് പേര് കോളേജിൽ അവതരിപ്പിച്ച നാടകം അത് സംഭാഷണമില്ല ഡ്രമ്മിന്റെ ബീറ്റ് കൊണ്ട് മാത്രം നാടകം നിൽക്കുള്ളൂ അതിന് എന്തെങ്കിലും രേഖയില്ല അന്ന് ബുദ്ധിമുട്ടാണ് റെക്കോർഡ് ഇന്ന് റെക്കോർഡ് നല്ലൊരു ഐഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വേറെ ശുദ്ധമായിട്ടുള്ള നാടകം കൊണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവുക അല്ല അങ്ങനെയല്ല എല്ലാവരും നാടകം എല്ലാ നാട്ടിലും ഉണ്ട് ഈ പൈക്കിൽ നാടകങ്ങളും അടി നാടകങ്ങളും എല്ലാ നാട്ടിലും ഉണ്ട് എല്ലാ നാടകങ്ങളും ഉണ്ടാവട്ടെ നമുക്കൊന്നിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ മനുഷ്യന്റെ വലിയ വലിയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ നമുക്ക് പ്രത്യേക ഇഷ്ടമുണ്ടാവും മറ്റേ വാണിജ്യ നാടകങ്ങൾ അങ്ങനെ കാണാം നമുക്ക് ആഗ്രഹിച്ചില്ലാതാക്കാൻ പറ്റും അതിന്റെ കൂടുതൽ വരുന്നത് പിന്നെ പഠിച്ച് മാർക്ക് ചെയ്തതെന്ന് നമ്മുടെ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായി അതോടൊപ്പം തന്നെയാണ് കാനായി പതിപ്പിൽ ശില്പങ്ങളെ പറ്റിയിട്ടുള്ളൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോൾ വാക്ക് ഒരു വലിയ സ്റ്റുഡിയോ ആണെങ്കിൽ 3D ഡയമെൻഷൻ വിവിധ ഡയമെൻഷനിലുള്ള ആശയാവിഷ്കാരത്തിനാണ് നിരീക്ഷിക്കുന്ന സമയത്തേക്ക് മാർക്ക് പോകുന്ന കാര്യങ്ങളാണ് നഗ്നത മാത്രമല്ല പൊതുവിൽ ചിത്രങ്ങൾ ഇപ്പൊ ഞാനിപ്പോ ഈലക്കം ചിത്രവാർത്ത ഉന്നതകാലക്കാരുടെ ജേണലിൽ ലേഖനം കാനായി പതിപ്പാണ് അപ്പൊ എന്നോട് പറഞ്ഞത് കാനായിയുടെ നാട്ടുകാരൻ തിരുക്കോട് ആണല്ലോ കാനായി നാട്ടുകാരൻ പറഞ്ഞ കാനായി കുറിച്ച് എഴുതുന്നത് അപ്പൊ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പരിചയമുണ്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വീണ്ടും എഴുതുന്ന കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ 3 കുന്നുകളെ കുറിച്ച് എഴുതാം തിരുക്കോട്ടെ 3 വീണ്ടും അടിക്കുന്നു ഇപ്പൊ JTS ഇദ്ദേഹത്തെ ചെറുപ്പത്തിൽ JTS ഒന്നുമില്ല അപ്പൊ ആ 3 കുന്നുകളുടെ വലിപ്പം കാനയുടെ മനസ്സിൽ പതിഞ്ഞ കാര്യമാണ് ഈ അദ്ദേഹം വലിയ ശില്പം നിർമ്മിക്കുന്നതിന് പിന്നിൽ ഒരു അബോധമായ കാരണം ഈ കുന്നുകളാവാൻ ബാധിച്ചുകൊണ്ട് ലേഖനം ചെറിയ ലേഖനം 2 പേജുകൾ പിന്നെ ഞാൻ വേണമെങ്കിൽ എക്കോ കൊണ്ട് എനിക്ക് വളരെ മനസ്സിലാക്കിയിട്ട് ഈ വലിയ രൂപം എന്താ പറയുക വലിയ രൂപം ഫ്രീഡം ഇപ്പൊ ഫ്രീഡം ആ
ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞു, ഡോക്ടർ ടി പി ഉസ്മാൻ പറഞ്ഞു. എന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ടി പി ഉസ്മാൻ. അദ്ദേഹം ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി, 60 വയസ്സാകുമ്പോൾ മരിച്ചുപോയി. അദ്ദേഹം നിർമ്മലഗിരി കോളേജിലെ മലയാളം പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ PhD പ്രബന്ധം നിരൂപകനായ കേസരി ബാലകൃഷ്ണപിള്ള എന്നതാണ്. എന്നെ വിജയം മാഷും ഒരു കാലത്ത് വലിയ സുഹൃത്തുക്കളായ അദ്ദേഹം ഏറ്റവും സ്വാധീനിച്ചാണ്. അപ്പൊ അദ്ദേഹം ഈ ഒരു വാക്യം പറയുന്നുണ്ട്, ഈ സാഹിത്യ നിരൂപകനാവണമെങ്കിൽ സംഗീതത്തെക്കുറിച്ചും വാദ്യകലയെക്കുറിച്ചും ശില്പകലയെക്കുറിച്ചും ചിത്രകലയെക്കുറിച്ചും ബേസിക്കായ കുറേ കാര്യങ്ങൾ അറിയണം. മാർക്ക് ഡ്രോയിങ്ങിന് ഡിപ്ലോമയുണ്ട്, തബല മൃദംഗവായന ഡിപ്ലോമയുണ്ട്. അപ്പൊ അങ്ങനെയാണ് നിരൂപണം നിരൂപണം നടത്താൻ പറ്റുന്നത്. വാട്ടർ പാറ്റേൺ എന്ന് പറയുന്ന സിദ്ധാന്തം ഉദ്ധരിച്ച് പറയും. അപ്പൊ അത് ശരിയാക്കി തോന്നും. ആ മാഷെന്നാണ് ഈ വാക്യത്തിന്റെ ബേസിക്സ് പഠിക്കാൻ ശ്രമിച്ചു. പക്ഷെ എനിക്കത് പഠനമില്ല. ഇത്രകാലം നമുക്ക് വീണ്ടും നോക്കാം. അപ്പോ ആ നിലയ്ക്ക് താല്പര്യമുണ്ടായി. അപ്പൊ സാഹിത്യം പഠിക്കണമെന്നില്ല. സാഹിത്യത്തിൽ വാക്കിന്റെ അർത്ഥം ഗംഭീര വാക്കാണ്. ഞങ്ങൾ പറയുന്നത് അത് ഇംഗ്ലീഷ് ഭാഷമാർ പോലെ ഞാൻ സാധാരണ പറഞ്ഞ കാര്യമാണ്. ലിറ്ററേച്ചർ എന്നുള്ള വാക്കിന്റെ അർത്ഥം അക്ഷരങ്ങളുടെ കലാണ്. പക്ഷെ സാഹിത്യം എന്നുള്ള വാക്ക് വലിയ മുഴക്കമുള്ള വാക്കാണ്. കാരണം ഒരു ആവേശം ഇങ്ങനെ പറയാം, ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച ഒറ്റ വാക്കിലുള്ള ദർശനമാണ് സാഹിത്യം. സഹിതമായതാണ് സാഹിത്യം ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചേർത്തിട്ടുള്ള വ്യവസ്ഥയുടെ പേരാണ് സാഹിത്യം. ലിറ്ററേച്ചറായിട്ട് അടിക്കാവുന്നതില്ല. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ രാഹിത്യം എന്ന വാക്കിന്റെ എതിർവാക്കാണ് സാഹിത്യം. അത് ഇന്ത്യ ഇതെല്ലാം ഉണ്ട്. ഇതിൽ പിന്നെ ഇല്ലാത്ത കാര്യങ്ങളില്ല. അത്ര വലിയ സംഗതികൾ ലോകത്തിലുണ്ട്, ഇല്ലാത്തൊന്നുമില്ല ഇന്ത്യ. അതുകൊണ്ട് എന്താ കാര്യം, ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നു. അങ്ങനെ പാണ്ഡിത്യമൊന്നുമില്ല, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ തീവണ്ടി അശ്ലീൽ അതാരും ഒരു മാഷ് തീവണ്ടി അശ്ലീൽ ഇപ്പൊ കുറവാണ്. എല്ലാവരും മരുന്നറിയാം. അശ്ലീലേക്ക് നമ്പറാണ്, ഫോൺ നമ്പർ വിളിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്താൽ ആ പെണ്ണുങ്ങളെ പറ്റി എപ്പോഴും വിളിച്ചു. പിന്നെ അത് അക്കാഡമി വീട്ടിലായിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ പ്രധാന ചർച്ചയായിരുന്നു സ്റ്റാഫിനെ. അവിടെ നമ്പർ ആരോ സത്യത്തിലേക്ക് വിളിച്ചു, നിരന്തരം വിളിക്കുന്നു. അപ്പൊ പണ്ടല്ല അശ്ലീല ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയമാരി ഇങ്ങനെ മറ്റേ സ്വീകരിച്ച് പുറത്തുള്ളത് ചോദിച്ചു. അത് എന്തുകൊണ്ട് അത് ഞാൻ എഴുതും. അത് ഈ പ്രത്യേക മാസികയിൽ തന്നെ കറങ്ങി അയച്ചനാഴ്ച അയച്ചിട്ടുണ്ട്. സാധാരണ വേഗം പ്രസിദ്ധീകരിക്കാത്ത മാസിക അതിൽ തന്നെ വേറെ കൗതുകത്തിനുമുണ്ട്. അതിന്റെ പേര് പറയുന്നത് ഞാൻ വേറെ മാതൃകയോ ഇതാകാനല്ല, വേറെ മാസികയിലാണ് വന്നത്. അപ്പൊ എല്ലാം അറിയണം, എല്ലാ കാര്യങ്ങളും അറിയണം. ഒരു കാര്യങ്ങളും നോക്കാം. ബഷീർ പറയുന്നത് എഴുത്തുകാർ എവിടെയൊക്കെ ഹാജരാവണം. മശാനത്തിൽ, ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിൽ, ഏകാന്തതയിൽ, കടപ്പുറത്ത്, എല്ലായിടത്തും എഴുത്തുകാർ ഹാജരാവണം. എല്ലാവരും ഹാജരാണ്. അത് വലിയ ദർശനമാണ്. എല്ലാം അറിയണം. അതാണ് പ്രധാനം. പുസ്തകവായനല്ല, ജീവിതവായന. എൻ്റെ പേര് പത്മനാഭൻ. ഞാൻ അബുദാബി ശക്തി പ്രവർത്തനമാണ്. ചോദ്യം രണ്ടുപേരോടും കൂടിയാണ്, ഒരാൾക്ക് മാത്രമല്ല. കാരണം അജേട്ടനായാലും EP ആയാലും പ്രവാസികളുടെ വളരെ വേണ്ടപ്പെട്ടതാണ്, അടുത്ത സുഹൃത്തുക്കളുമാണ്. ഒരുപാട് ജീവിതാംശമുള്ള അല്ലെങ്കിൽ EP എന്നതിലും ഒന്നിലധികം തവണ, 2-3 തവണ നമ്മുടെ ഗൾഫ് മേഖലകളിൽ വരികയും സാഹിത്യ ചർച്ചകൾ പങ്കെടുക്കുകയും ചെയ്തതാണ്. അജേട്ടനും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഗൾഫ് മേഖലയിൽ നിന്നുണ്ടാകുന്ന സാഹിത്യത്തിന് ഒരു പ്രവാസി സാഹിത്യത്തിൻ്റെ ഓർമ്മ പേര് വെച്ച് വിളിക്കുന്നു. നിങ്ങളുടെ ഒരു നിരൂപണ ശൈലിയിലോ അല്ലെങ്കിൽ ചിന്തയിലാവുമല്ലോ ഈ പ്രവാസി സാഹിത്യം എന്നുള്ളതിന് ഒരു വേറിട്ടൊരു പേരിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാ സാഹിത്യത്തിൻ്റെയും ഭാഗമായിട്ട് വരുമോ? പിന്നെ ഒന്നുകൂടി, ഇപ്പോൾ ഷാർജയിൽ വലിയ പുസ്തകമേള എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പുസ്തകശാലകളും വരുന്നുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് അത് ചൂടണം പോലെ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാക്കുക, എന്നിട്ട് അത് പ്രസിദ്ധീകരിക്കുക. അത് മാത്രം ഒരു ആരോഗ്യകരമായ സമയമായിട്ട് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ വലിയ കഴമ്പൊന്നും തോന്നുന്നില്ല. അത് ഈ ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ വലിയ അത്രയൊന്നും കഴമ്പില്ലാത്ത പുസ്തകങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ പുസ്തകശാലകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ മൊത്തത്തിലുള്ള സാഹിത്യ സാംസ്കാരിക ജീവിതത്തിന് വളരെ സംഭാവനയും നൽകുന്നുള്ളൂ. നിരൂപണം എന്നുള്ള നിലയിൽ EP-യുടെ ഒരു കമന്റ് കൊള്ളാം. അജയേട്ടനും അത്തരം കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാറുണ്ട്. നന്ദി. ഇപ്പോൾ പ്രവാസ സാഹിത്യം എന്ന് പറയുന്ന പ്രത്യേക ബ്രാഞ്ച് വേണമല്ലോ. ശരിയാണോ? ശരിയാണ്. നമുക്ക് അത് ജീവിതാവസ്ഥയിലോ നമുക്ക് പേരിടുന്നതിൽ കാര്യമില്ല. അത്
ഇവർ എഴുത്തുകാർ പൊതുവെ പ്രവാസികളാണെന്ന് വിചാരമുണ്ട്. എല്ലാ എഴുത്തുകാരും ഈ ഭൂമി ഇവിടെ കേരള താമസങ്ങളുണ്ട്. കാരണം നമ്മൾ മുഖ്യധാര അധികാരക്രമത്തോട് ഏതെങ്കിലും തരത്തിൽ മാറി നിൽക്കാതെ നല്ലതായിട്ട് ഉണ്ടാക്കുന്നത്. അവിടെ എഴുത്തുകാര് പ്രകൃതിയാൽ തന്നെ പ്രവാസികളാണെന്ന് തത്വം. പക്ഷെ ഗൾഫിലൊക്കെ അവിടെ വലിയ സമ്പത്തുണ്ട്. നമ്മളവിടെ ഞങ്ങളൊക്കെ മീറ്റിങ്ങിന് അധികമായി പോകുന്ന നല്ല സുഖമാണ്. നമ്മൾ നല്ല ഭക്ഷണം തരും, നമ്മൾ നല്ല രീതിയിൽ പരിഗണിക്കും, നമ്മളൊക്കെ വെയിൽ കൊടുത്തിട്ടില്ല. പക്ഷെ മറ്റൊരു ജീവിതം തീർച്ചയായും കഠിനമായ അധ്വാനത്തിന്റെ ജീവിതം കൊണ്ടുവിട്ട കാലാവസ്ഥ, വലിയ തണുപ്പ്, വലിയ ചൂട്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ പിന്നെ വരുന്ന സാഹിത്യം ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് പ്രവാസമായിട്ട് ഈ പേരിടുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. ആളുകൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ഒന്നും കൂടുതൽ പറയാം, ഈ ആടുജീവിതമൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് സിനിമ നോവലും കൊള്ളാം. എനിക്ക് വളരെ ഒരു ജീവനില്ലാത്ത ബുദ്ധിയായിട്ടാണ് തോന്നിയത്. അങ്ങനെ എന്തോളൂ അത് ഭാവനയ്ക്ക് വിടുന്നതിന് ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ആ നോവൽ ഉണ്ടാക്കിയിട്ടും സിനിമ ഉണ്ടായി തോന്നില്ല. അപ്പൊ സാഹിത്യ അക്കാദമി പ്രവാസി സാഹിത്യത്തിന് പ്രത്യേകിച്ച് അവാർഡ് നിശ്ചയിക്കാനുള്ള ചില പ്രൊപ്പോസലൊക്കെ വരാറുണ്ട്. സാഹിത്യ അക്കാദമി എഴുതാറില്ല, അത് പറഞ്ഞുകൊണ്ടാണ്. പ്രത്യേകിച്ച് രണ്ടാം തീയതി പൊതു സാഹിത്യത്തെ റിസർവേഷൻ്റെ ആകുമ്പോൾ ഇല്ല, അങ്ങനെ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ സാഹിത്യ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ അതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പൊ നിയമം മൂലം പുസ്തകത്തിന് നിലവാരം തീരുമാനിക്കാൻ പറ്റും. ഇപ്പോ ചില ആളുകളൊക്കെ 50 പുസ്തകങ്ങൾ അടിക്കാൻ സൗകര്യം. മണിപ്പാലിൽ പറഞ്ഞാൽ 10 പുസ്തകങ്ങൾ അടിച്ച് അതിന്റെ പ്രകാശനം വെക്കുക. ഇങ്ങനെയുള്ള ഒരു ഷോയുടെ ലോകമായിട്ട് മാറി. ഇതിന്റെ ഗൗരവത്തിൽ കാണാത്ത ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളെ ലൈക്ക് കിട്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ വിശ്വസിക്കില്ല. നമ്മുടെ പ്രായക്കാർക്ക് മനസ്സിലാക്കാനാണ് ലോകം ഉണ്ടായിട്ടുണ്ട്. അവരൊരു വിനോദം നല്ലാതെ എപ്പോഴും പറയുന്നത് നല്ല സാഹിത്യം ആളുകൾ മനസ്സിലാക്കുകയും പറ്റുന്നില്ല. ഷാർജ ഫെസ്റ്റിവലിൽ ഒരു 3-4 തവണ വരാൻ ഉള്ള ഒരു ഭാഗ്യം ലഭിച്ചതാണ് ഞാൻ. പക്ഷേ അവിടെ നമ്മൾ മലയാളം വിഭാഗത്തിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ നിലവാരം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ വലിയ അപകടകരമായിരുന്നു. കാരണം അവിടെയുള്ള നമ്മുടെ ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പുസ്തകം ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത് 25,000 രൂപ. ഇവിടെ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും എഴുതിക്കൊണ്ട് വന്നാൽ എന്ന് പറയുന്ന പ്രസാധകന്മാരാണ്. ഇത്തരത്തിലുള്ള പ്രസാധകന്മാർ കഴിഞ്ഞ തവണ 1000-ലേറെ പുസ്തകങ്ങളാണ് അവിടെ 11 ദിവസം നീണ്ടു നിന്ന ഈ ഇതിൻ്റെ അടുത്ത് മലയാളം പുസ്തകങ്ങൾ റിലീസ് ചെയ്യപ്പെടും. അപ്പൊ അത് ഒരു അപകടകരമായ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അത് നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പോയ എഴുതി വരുന്ന ആരൊക്കെയാണ് നല്ലത് എഴുതാന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൊള്ളും. അതാണ് അതിലെ ഇപ്പൊ നമ്മൾ പൊട്ടാൻ മോശം വിചാരിക്കുന്ന പുസ്തകം 10 കഴിഞ്ഞാൽ ഹൈക്കോടതി നിരോധിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ പിൽക്കാലത്ത് ക്ലാസിക്കുകളായിട്ട് വിലയിരുത്തി. അത് ചെയ്ത ഞാൻ പിന്നെ ഇവിടെ പറഞ്ഞതിനോട് എതിർക്കാതെ പറയുന്നതല്ല, പറഞ്ഞത് സത്യമാണ്. അതിന് നിലവാരം ഭാവിയിൽ. അപ്പൊ നമ്മൾ ഈ സാഹിത്യത്തിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്കൊന്നും തെറ്റായിട്ട് പറയാൻ പറ്റും. പണ്ട് സാഹിത്യമേ അല്ലാതെ സാഹിത്യമായിട്ട് പരിഗണിക്കുന്നത്. അത് ഇന്ന് ഇവിടെ കൂടിയത് രജിസ്റ്റർ ചെയ്തവരിലൊക്കെ ബഹുഭൂരിപക്ഷം തരും കേട്ടോ. ഇന്നിവിടെ രജിസ്റ്റർ ചെയ്തവരിൽ ഇവിടെ വന്നവരിൽ ഭൂരിപക്ഷം പേര് വരുന്ന മധ്യവയസ്കരാണ്. ഒരു 40-45 വയസ്സിന് ശേഷമുള്ളവരാണ്. ന്യൂജനായിട്ട് ഒരു ഏതാനും പേരൊക്കെ ഉള്ളൂ. ഇപ്പോഴാണ് നമുക്ക് വെള്ളം ഉണ്ടാകുന്നതേ ഉള്ളൂ കൂടിയത്. അപ്പോൾ പുതിയ തലമുറ ന്യൂജൻ ലിറ്ററേച്ചറിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു പഠനമുണ്ട്. അപ്പൊ അവർ ആസ്വാദനത്തിന്റെ മേഖലയിൽ വളരെ മുന്നിലാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പുതിയ തലമുറ സാഹിത്യത്തിലും വായനയിലും ഒക്കെ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. ലിറ്ററേച്ചറിൽ പ്രത്യേകം താല്പര്യം കാണിക്കുന്നില്ലായിരിക്കും. വായന ഒരു ഏതാനും പതിറ്റാണ്ട് കഴിയുമ്പോഴേക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ലിറ്ററേച്ചർ താല്പര്യക്കാരൻ ഒരുപാട് ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരൻ മോശക്കാരെന്ന് പറയുന്നത് നമ്മൾ പരിശോധിക്കേണ്ടതില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സജീവ് മാഷ് ഞാനൊക്കെ കണ്ണൂരിൽ സാഹിത്യോത്സവത്തിന് പോയി യൂണിവേഴ്സിറ്റിയിൽ. അതിൽ കഴിച്ചുകാർ 100% ചെറുപ്പക്കാരാണ്. അവർ നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗംഭീരമായ ചോദ്യങ്ങൾ വരുന്നു. അതിപ്പോൾ ഇവിടെ വരുന്നതിന് നമ്മൾ ഉപാസാഹിത്യത്തിനൊക്കെ വലിയ ആലോചിക്കേണ്ടതാണ്. ഉപാസിൽ തന്നെ ചെറുപ്പക്കാർക്കുള്ളത് വായിക്കേണ്ടതാണ്. അല്ലാതെ തത്വമായിട്ട് പറഞ്ഞുള്ളൂ. സാഹിത്യത്തിൽ താല്പര്യം ഒരുപാട് ചെറുപ്പക്കാരുണ്ട്.
ഒരുപാട് സമാപന സമ്മേളനം മാസത്തിൽ വരുന്നത് അങ്ങനെ വലിയ ചോദ്യമൊന്നുമല്ല. ഒന്ന് ഫിക്ഷന്റെ വല്ലാത്തൊരു സൗന്ദര്യം അനുഭവപ്പെടുത്തിയ ഒരു പുസ്തകമാണ് സ്ത്രീയാണ്. പക്ഷെ അത് തോന്നിയത് പക്ഷെ ആ മേഖലയിലൊരു സൃഷ്ടി വേണമെന്നല്ലേ തോന്നല്. അതിനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് മാഷെ ഈ പുസ്തക പ്രൊഡക്ഷനെ കുറിച്ചിട്ട് നല്ല രൂപത്തിൽ ഗൗരവത്തിൽ ചിന്തിക്കുന്ന ഒരു എഴുത്താണ്. പക്ഷേ കുറേ പുസ്തകങ്ങളിൽ മാഷിന്റെ ലേഖനങ്ങൾ ആവർത്തിച്ച് വരുന്നത്. അപ്പൊ അത് മാഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല പ്രസാദകരുടെ ആവശ്യാർത്ഥാണോ? അല്ല അതിലെന്തെങ്കിലും ഒരു പുതുമ മാഷ് പറയും പോലെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? രണ്ട് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ സ്ത്രീയറിവുകൾ എഴുതിയതിനെ പറ്റിയ സ്ത്രീയറിവുകൾ ഞാൻ പറഞ്ഞതാണ്. സ്ത്രീയെ കുറിച്ച് എഴുതാനുള്ള ഇത് അങ്ങനെ എഴുതി. പക്ഷെ ഞാൻ ശരിക്കും കഥയെഴുത്തിന്റെ രസം അനുഭവിച്ചപ്പോൾ ഈ നിരൂപണം എഴുതുമ്പോൾ എന്റെ വേലക്കാരികളായിട്ട് ഭാര്യ ഞാൻ പുസ്തകം എടുക്കുന്നുള്ളൂ. അവരുടെ പുസ്തകം എഴുതുന്നത് അതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലല്ല എന്റെ ആജ്ഞാശക്തി കൊണ്ട് ആ പുസ്തകം പുസ്തകത്തിന്റെ വിചാരത്തിലൊക്കെ ഞാൻ വളർന്നതാണ്. എഴുതിയെടുക്കുന്ന എഴുതിക്കാൻ പറ്റും. സമയമില്ലാതെ വളരെ സമാധാനത്തിൽ എഴുതിയതാണ്. ഉള്ളിൽ പ്രയത്നമുണ്ടാവും. നമ്മുടെ സ്ത്രീകളെ കുറിച്ച് ഞാൻ പൊതുവെ സ്ത്രീകളെ കൂടെ കോണ്ടാക്ട് കുറഞ്ഞ ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ സ്കൂൾ സർവീസിന് അവസാനമായിട്ട് ഹെഡ് മാസ്റ്ററുടെ പണി എടുത്തുകൊണ്ട് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് സ്കൂൾ അവർ ടീച്ചർമാരാണ്. അങ്ങനെ എടുക്കും. സ്ത്രീയെ എനിക്ക് സംഗതികളൊക്കെ മനസ്സിലുണ്ട്. ഒരു റഫറൻസോ പഴയ ഡയറി അത്ര ധൈര്യമൊന്നുമില്ല, വേണ്ടിയൊന്നുമില്ല. അപ്പോൾ അതാണ് സ്ത്രീകളുടെ കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ശരിയാണ്. ഈ ആവർത്തനം ചില പുസ്തകങ്ങൾ ആശയങ്ങൾ ആവർത്തനല്ല, ആ ലേഖനങ്ങളാണ് അതൊക്കെ അത്ര അസ്വാഭാവികമല്ല തോന്നും. സ്ത്രീകളുടെ അവസാനത്തെ 3 ലേഖനങ്ങൾ മുമ്പ് എഴുതിയാണ്. അതിപ്പോ ഈ പുസ്തകം അന്ന് ഈ പുസ്തകത്തിന് പ്ലാനില്ല. ആ പ്ലാൻ ഉണ്ടാവുന്ന ചേർക്കുന്നേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട ഈ പുസ്തകത്തിന്റെ പ്രൊഡക്ഷനാണ്. അത് പലപ്പോഴും എനിക്ക് പ്രൂഫ് റീഡിങ് ഒട്ടും പറ്റാതായിരുന്നു പണിയാണ്. അതുകൊണ്ട് ചില പുസ്തകങ്ങളെ ഞാൻ ചതച്ചിട്ടുണ്ടെന്ന് പറയാം. ആരോ നിരാശയാണ് പുസ്തകങ്ങൾ. അല്ലാതെ അതെനിക്ക് പ്രൂഫ് വായിക്കാൻ പറ്റില്ല. ആ പ്രൂഫ് റീഡിങ്ങിനെ പറ്റി ലേഖനം ഇതുമായിട്ട് പല പ്രൂഫ് റീഡിങ്ങിനെ പറ്റിയുള്ള ഒരേ ലേഖനമായിരിക്കും. പക്ഷെ എനിക്ക് പ്രൂഫ് റീഡിങ് കിട്ടില്ല. എനിക്ക് പറ്റാതെ പണി. അതുകൊണ്ട് ചില പുസ്തകങ്ങളെങ്കിലും 2 പുസ്തകങ്ങളെങ്കിലും അല്ലാതെ എത്ര നേരം പക്ഷേ നമസ്കാരം. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. കാരണം മാഷ് എന്ത് കണ്ടാലും അല്ലെങ്കിൽ ഇപ്പോൾ മാഷ് കസേര വായിക്കുന്നത് പറഞ്ഞ പോലെ എന്തിനെ കുറിച്ച് ഇപ്പോൾ ഫാനിനെ കുറിച്ച് സംഭവം വന്നാലും മാഷ് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു കഴിവ് ഉള്ളത് അല്ലെങ്കിൽ മാഷ് പറഞ്ഞ ചെറുപ്പത്തിൽ ഒറ്റക്കായിരുന്നു അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ കൂടെയായിരുന്നു. അപ്പോൾ ശരിക്കും മനുഷ്യൻ ഒറ്റക്കാവുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആവേണ്ടതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കഴിവ് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ഒറ്റക്കാന്ന് വിചാരിച്ചാൽ നമ്മളെ ഫോൺ സമ്മതിക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊരു മറ്റൊരു അഭിപ്രായം പറയാൻ തോന്നുന്നു. ഞാൻ ഒറ്റപ്പെടുന്ന കാമുകനല്ല. ഒറ്റപ്പെടലൊക്കെ അത്ര ഇഷ്ടമുള്ളല്ലോ. ഒറ്റപ്പെട്ടു പോയിട്ട് വേണം പലതരം ഫിസിക്കലായിട്ട് വീട് കൂടി പോയിട്ടുണ്ട്. അല്ലാണ്ടുള്ള ഒറ്റപ്പെടുന്നത് നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിചാരിക്കാത്ത കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിചാരിക്കാത്ത ആളുകളുടെ സന്ദർഭത്തിലും ഒറ്റപ്പെടുന്നുണ്ടാവും. ഒറ്റപ്പെടൽ ഞാൻ അങ്ങനെ വിഷയത്തിലാണ്. ഞാൻ ഹോട്ടലിൽ ഒറ്റപ്പെടുമ്പോൾ ഹോട്ടലിൽ ഒറ്റ താമസിക്കേണ്ടി വരും. ഇപ്പോൾ ഹോട്ടലിൽ ഒറ്റ താമസിക്കേണ്ടി വരുമ്പോൾ ഞാൻ ആ ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ പറയും. ആ മുറിയിൽ താമസിച്ച ആളുകളെ പറ്റി ഇങ്ങനെ ഭാവനയുണ്ടാകും. ഇന്നലെ ആരെയും താമസിച്ചില്ല. ചിലപ്പോൾ കുറിച്ചു ഒരുപക്ഷെ ആരും അങ്ങനെ എഴുതാൻ വലിയ രസമുള്ള കാര്യങ്ങൾ. അവരാ മുറിയിലേക്ക് ഉണ്ടാവുക. ചെറിയ നാട്ടുകാർ ഈ പാലക്കാട് താമസിക്കുമ്പോൾ ചില തമിഴ്നാട് താമസിക്കും. അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജാണ്. അടുത്ത നല്ല തമിഴ് സൗകര്യം ലോഡ്ജാണ്. അപ്പൊ ആ മുറിയിൽ തലേന്നാൾ താമസിക്കുന്ന ആൾക്ക് റിസ്ക് ഉണ്ടാവും. എനിക്കറിഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഭാവനയുണ്ട്. ആ ഭാവനയുടെ ഒരു തൊട്ടിലാടിയിട്ടാണ് ഉറക്കം വരിക. അല്ലാതെ ഏകാന്തത കാണുന്നില്ല. ഞാൻ ഈ തപ്പാൽ അഡ്രസ്സിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് കുറേ എത്രയോ വീട്ടിൽ പറഞ്ഞു. നമ്മൾ തപ്പാൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ഏകാന്തക്കെതിരായിട്ടുള്ള ഒരു കവിതയാണ്. കെ നാരായണൻ പുളിക്കുറിച്ച പറഞ്ഞു പോസ്റ്റ് മാണിയാട്ട് കാസർഗോഡ് ജില്ല കേരളം. അപ്പോൾ കെ നാരായണൻ ഒറ്റക്കല്ല, TM സലീം ഒറ്റക്കല്ല. നിങ്ങളുടെ വീട്, നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ്, നിങ്ങളുടെ പഞ്ചായത്ത്, നിങ്ങളുടെ ജില്ല, അതല്ല നമ്മുടെ പോസ്റ്റൽ അഡ്രസ്. അപ്പം മനുഷ്യൻ ഒറ്റക്കല്ലാന്ന് കാണിക്കുന്ന ഒരു കവിതയാണ് തപാൽ വിലാസം. നമ്മൾ
ഏകാന്തം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏകാന്തയിൽ നിന്നുണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ജനിക്കുമല്ലേ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ശബ്ദങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ അതേപോലെ ഭാഷാ ശൈലിയും എന്റെ ഭാഷയിലും രണ്ടാണ്. ഇതുകൊണ്ട് അദ്ദേഹം തൃശ്ശൂർക്കാരൻ ജനിച്ച ആളാണ്, പാലക്കാട് താമസിക്കുന്ന ആളാണ്, ഞാൻ കൂടുതൽ ജനിച്ച് ഇവിടെ താമസിക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ഭാഷയിൽ ഇപ്പോൾ ഇവിടെ ഈ കാസർഗോഡിന്റെ കഥയാണെങ്കിലും ഭാഷശൈലിയാണെന്ന് അഭ്യാസപ്പെട്ടാണല്ലോ. അദ്ദേഹം തെക്ക് മഠനാടകത്തിൽ കൊല്ലത്ത് ഇവിടെ നിന്ന് ജോലി വന്നപ്പോഴുള്ള സേവനക്കാരാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ വ്യത്യാസം. അങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്. നമുക്ക് ഏകാന്തം പറ്റില്ല. പിന്നെ ഏകാന്തം കാണാൻ പറ്റും, പേടിയായിട്ടാണ്. പക്ഷെ ഏകാന്തം ആവശ്യപ്പെട്ടാണെങ്കിൽ ഏകാന്തം തോന്നില്ല. ഈ അവസാനിപ്പിക്കാൻ എന്നൊക്കെ പിന്നെ ഒരു ഞാനിന്ന് കൺട്രോൾ ചെയ്യാം. നമ്മള് രാജഗോപാൽ മാസ്റ്ററുടെ സംഭാവനകളിൽ സമസ്ത മേഖലകളെ കുറിച്ചും നല്ല രൂപത്തിൽ എല്ലാവരും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിന് മറുപടിയായി ഒരു നല്ല സാർത്ഥകമായ ഒരു സംരംഭമായി ഇത് മാറിയിട്ടുള്ളത്. മാഷ് ഖസാക്കിന്റെ ഇതിഹാസത്തിനെ കുറിച്ച് പറഞ്ഞു. ഖസാക്കിന്റെ ഇതിഹാസം നമുക്ക് തന്ന അതിൽ ചർച്ചയുടെ വിജയം ഇതിനെക്കുറിച്ച് എല്ലാം ചോദ്യം പറഞ്ഞു. പക്ഷെ ഖസാക്കിന്റെ ഇതിഹാസം നമുക്ക് തന്ന ഏറ്റവും നല്ല കാര്യം അതുവരെ മലയാളത്തിൽ ഉണ്ടാവാത്ത ഒരു ഭാഷാ ശൈലി അത് നമുക്ക് തന്നു എന്നുള്ളതാണ്. അത് ആ ഭാഷാ ശൈലി വെച്ചുകൊണ്ടാണ് ഖസാക്കിന്റെ ഈ നോവൽ സാഹിത്യം ഖസാക്കിന്റെ ഇതിഹാസത്തിനെ മുമ്പും എന്നുള്ള വേർതിരിവ് വന്നത്. നമ്മള് മാഷ് ടാഗോറിനെ കുറിച്ച് ടാഗോറിന്റെ അതിപ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട്. ആ കവിത എത്ര മനോഹരമാണ് അവിടുത്തെ ഗാനാലാപന ശൈലി എന്നുള്ളത്. മാഷുടെ ഭാഷാ ശൈലിയെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു വാചകമാണ് എത്ര മനോഹരമാണ് അവിടുത്തെ ഭാഷാശൈലി എന്നുള്ളത്. ആ ഭാഷാശൈലി മറ്റു പലർക്കും ലഭ്യമാകാത്ത ഒന്നാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്നുള്ളത് ഇങ്ങനെ ഒരു സംരംഭം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിവിടെ ഇരുന്ന് ഈ രാജഗോപാൽ മാഷുടെ സംഭാവനകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിനൊരു കൺക്ലൂഷൻ എത്തേണ്ടതുണ്ട്. അവിടെയും ഞാൻ ടാഗോറിനെയാണ് ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ടാഗോർ പറഞ്ഞിട്ടുള്ളത് പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൊതുവിലെല്ലാം ഒന്നും നഷ്ടമായില്ലെന്നറിയൂ ഞാനാണ്. ഇത്രയും കാലം നിരന്തരമായി പ്രവർത്തിച്ച തൻ്റെ പ്രവൃത്തികളൊന്നും തന്നെ വ്യക്തമായി തീർന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ ചർച്ചകളെല്ലാം എന്ന് സൗഹൃദം എന്ന് പറയുന്ന ചങ്ങാത്ത് പറയുന്ന മൂല്യത്തിന് ഒരു ഫാസിസ്റ്റ് കാലത്ത് വലിയ പ്രാധാന്യം. അപ്പൊ ഈ മീറ്റിങ്ങുകളുടെ പ്രധാന വിഷയമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഞാനോ എൻ്റെ എഴുത്തോ കാര്യങ്ങളൊന്നുമല്ല, സൗഹൃദത്തിന്റെ ഒരു കൂടാരം ഇവിടെ മാനസികമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ കാര്യമാണ്. സൗഹൃദം കൊണ്ട് നമുക്ക് കാണി ഫാസിസ്റ്റം നേരിടാൻ പറ്റും. ഫാസിസ്റ്റം ഒരു കാലാവസ്ഥ പോലെയായി തീർന്നിരിക്കുന്നു. ഫാസിസ്റ്റമില്ലാത്ത സമയത്തല്ല 24 മണിക്കൂർ അതിന്റെ ആശയങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ബസ്സിൽ സീറ്റിൽ ഇരിക്കുന്ന കാര്യം താവുമായി പറഞ്ഞില്ലേ, രണ്ടാമത് സീറ്റുകാരനോട് സഹിക്കാനാവുന്നില്ല. അപ്പോൾ 70% നമ്മളായിരിക്കുന്നു അധികം സീറ്റുകാരൻ. അതൊരു ഫാസിസ്റ്റം തന്നെയാണ്. ഫാസിസം സമഗ്ര പദ്ധതിയാണ്, ടോട്ടൽ പ്രോജക്ട്. എല്ലാ ലൈംഗിക അക്കൗണ്ട് സർവ്വ മേഖലകളിൽ കടന്നു ചെല്ലുന്ന ആധിപത്യപരമായ സമീപനമാണ് ഫാസിസം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ചെറുക്കണം. ചെറുക്കൽ ഈ പ്രസ്താവനകൾ വേണം, നാടകം വേണം, ചിത്രങ്ങൾ വേണം, പോസ്റ്റേഴ്സ് വേണം, ഒക്കെ വേണം. പക്ഷെ വ്യക്തിപരമായി സ്വന്തം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫാസിസത്തെ ചെറുക്കാൻ ശ്രമിക്കാം. സൗഹൃദം അതിൻ്റെ ഒരു മേളയായിട്ടാണ് ഈ സമ്മേളനത്തെ വ്യക്തിപരമായിട്ടും അതിന് പ്രത്യേകതകളായിട്ട് കാണുന്നത് മാത്രം പറയും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതാ കഴിയാൻ പോകുന്ന ഈ ചടങ്ങിന്റെ മുഴുവനും വീഡിയോ റെക്കോർഡിംഗ് നടന്നിട്ടുണ്ട്. ഇത് സമഗ്രമായ ഒരു പുസ്തകമായി അടുത്ത് തന്നെ പുറത്തിറങ്ങും. ഈ പരിപാടി നടത്താൻ വേണ്ടി പുരോഗമന കലാസാഹിത്യ സംഘത്തെ സഹായിച്ച കുറെ വ്യക്തികൾ, പേരെടുത്ത് പറയുന്നില്ല, രാജഗോപാൽ മാസ്റ്റർ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ രാജഗോപാൽ മാസ്റ്ററോട് സ്നേഹമുള്ള കുറെ ആള് തന്ന നിസ്സീമമായ സഹായമാണ് ഈ പരിപാടിയുടെ രോഗികൾക്ക്. ചായ, ചോറ്, അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട്, ഡിജിറ്റൽ വാള്, ഇതൊക്കെ കൂടി 85,000 രൂപയുടെ ഒരു പരിപാടിയാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റെടുത്ത് നടത്താനായിട്ട് നമുക്കറിയാം. കുറേ പേര്
രാജഗോപാൽ പേര് കേട്ടപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് 2000 5000 തന്ന ഈ പപ്പാടൻ ഇവിടെ അബുദാബി അതിന് കമ്മിറ്റി പപ്പാടൻ ഉൾപ്പെടെ ആൾക്കാർ കുറേ ആൾക്കാർ തന്നിട്ടുണ്ട്. ശിഷ്യന്മാർ മാസ്റ്റർ ശിഷ്യന്മാർക്ക് വിളിച്ചു തന്നതാണ്. അങ്ങനെയാണ് ഇത് നടത്തിയത്. അവർക്കൊക്കെ പുരോഗമന ക്ലാസ് ആയിട്ട് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറേ വ്യക്തിത്വങ്ങൾ പേരില്ല, നോട്ടീസിൽ പേരില്ല, ചടങ്ങിൽ പേരില്ല, എന്നിട്ട് പോലും കുറേ പേര് തന്നെ അതുപോലെയൊക്കെ പ്രഭാകരൻ കുറേ പേര് അവർക്കൊക്കെ നോട്ടീസിൽ പേര് കൊടുക്കേണ്ട കുറേ വ്യക്തികൾ കാസർഗോഡ് മുതൽ അങ്ങ് പയ്യന്നൂർ വരെ കണ്ണൂർ വരെ വന്നിട്ടുണ്ട്. സംഘടനയെ സ്നേഹിച്ചുകൊണ്ട് രാജഗോപാൽ സ്നേഹിച്ചുകൊണ്ട് അവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്താണ്. ഇതിന് തുടർച്ച നിലയിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഇവിടെ നിൽക്കുന്നില്ല. രാജഗോപാൽ മാഷ പരിപാടി മാത്രം നടത്തി ഇവിടെ നിർത്തുന്നില്ല. തുടർന്ന് പുരോഗമന കലാസാഹിത്യ സംഘവും ആയി ചേർന്ന് നടക്കുന്ന ജില്ലയിലെ സർഗജനതായ പ്രതിഭകളെ മുഴുവൻ ഈ 2 മാസം കഴിഞ്ഞ് ഇങ്ങനെയുള്ള പരിപാടികളോടുകൂടി ഇതൊരു പുതിയ തുടക്കമാണ്, പുതിയൊരു സ്റ്റെപ്പ് എന്ന പോലെ പരിചയപ്പെടുത്തുന്നത്. ഇതിനാകെ തുക അല്ലെങ്കിൽ ആ ഉള്ളടക്കം വരച്ച് റെഡിയാക്കിയ ഒരു പേര് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ അകത്തുള്ള ആളുകൾ അദ്ദേഹത്തിന് പേര് പറയാതിരിക്കുന്നത് തെറ്റാണെന്നുള്ള ബോധമുള്ള ഡോക്ടർ കെ വി സജീവനാണ്. ഇതിന്റെ ഈ പരിപാടി ആദ്യം മുതൽ ഇതിന്റെ ടൈറ്റിലിന് പേര് കണ്ടെത്തിയത് ഇതിന്റെ എല്ലാ വാചകങ്ങളൊക്കെ സജീവൻ മാത്രമല്ല, സജീവൻ അത് തേടി പിടിച്ച് സജീവന്റെ ഒരു വലിയ പ്രയത്നം ഇതിന്റെ പുറകിൽ വളരെ സൈലന്റായിട്ട് സജീവൻ നിൽക്കുകയാണ്. സജീവൻ 2 വാക്കുകൾ സംസാരിക്കും. ഇത് ഞാൻ സംസാരിക്കില്ല എന്നത് തീരുമാനിച്ചതാണ്. സംസാരിക്കേണ്ടതില്ല. ഏതായാലും ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് രാഘവൻ എന്ന് പറയുന്ന MP രാഘവൻ എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുത്താനേ അല്ല. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല ഇതിൽ. പക്ഷെ പല ആളുകളും സംസാരിക്കുമ്പോൾ രാഘവൻ മനസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലൊരു പ്രസക്തിയില്ല. മാഷിന്റെ എഴുത്ത്, മാഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ സംസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകളുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഇതുവരെ സമഗ്രമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള തോന്നലും ആണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ഇത് പൂർണ്ണമല്ല, ഇതിന്റെ തുടർച്ച ഉണ്ടാകും. ആ തുടർച്ചയിൽ ഏതൊക്കെ നിലയിൽ മാഷിന്റെ ഏതൊക്കെ രീതിയിലുള്ള പുസ്തകങ്ങൾ വരും എന്ന് നോക്കിയിട്ട് മാഷിന്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഇനിയും നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. മറ്റ് എഴുത്തുകാരുടെ വ്യക്തികളെയും ഇതേ നിലയിൽ പുരോഗമന കലാസാഹിത്യ സംഘം അതിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു പ്രവർത്തനം ഇതോടുകൂടി ഏറ്റെടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നതാണ് സന്തോഷമായിട്ടുള്ള കാര്യം. നിർത്തുന്നു, അധികം പറയാനില്ല. ഈ ഡോക്യുമെന്ററി നമ്മളുടെ മനസ്സിൽ മാഷെ കുറിച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ബയോഫിക്ഷൻ മാത്രമല്ല, വലിയൊരു ഡോക്യുമെന്ററി നമ്മുടെ ഒരു സ്വപ്നത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡോക്യുമെന്റിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിനോദ് കുമാർ കുട്ടമത്തും AV സന്തോഷ് കുമാറും കൂടിയിട്ടാണ്. അതിന്റെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് നമ്മൾ പൂർത്തിയാക്കാൻ അവർക്ക് കഴിയില്ല. വലിയ തോതിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു ബയോഫിക്ഷൻ എങ്കിലും വേണമെന്നുള്ള താല്പര്യം ഡോക്ടർ AC ശ്രീഹരിയോട് പങ്കുവച്ചപ്പോൾ ശ്രീഹരി മാഷാണ് ഇങ്ങനെ പയ്യന്നൂർ കോളേജിലെ കുട്ടികൾ, അത് പ്രത്യേകം പറയാം, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് വെറുതെ ഒരു തമാശ പോലെ നമുക്ക് വായിക്കും. അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് കുട്ടികൾ എടുത്തിട്ടുള്ള ഒരു സംഗതിയാണ്. അതിങ്ങനെ ഒരു പേര് കൊടുത്തതേ ഉള്ളൂ. ഏതൊക്കെ കൊടുക്കാൻ എന്നുള്ളത് ആ പ്രൊഫസറെ കണ്ടവർക്ക് അറിയാം എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പേര് ഇതിന് കൊടുക്കുന്നേ ഉള്ളൂ. അത് പയ്യന്നൂർ കോളേജിലെ മൂവി മേഖല എന്ന് പറയുന്ന ഫിലിം ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ആ നിരക്ക് മാത്രം ആ ഡോക്യുമെന്ററി നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നു. തികച്ചും അവിദഗ്ധമായി തയ്യാറാക്കിയിട്ടുള്ള ഡോക്യുമെന്ററിയാണെന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇതിന്റെ സമാപനത്തിൽ ഈ ഡോക്യുമെന്ററിയോട് കൂടിയിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം എന്നാണ് പറയാം.